ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. ആദ്യം സോറി കേട്ടോ, നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതായിരുന്നേ, സോറി. നമ്മളെ യൂണിക് ടോക്ക് 63 ആണല്ലേ ഇന്ന്. അഫ്സൽ സാർ പറഞ്ഞ പോലെ സാർ ഒരു 3 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷം യൂണിക് ടോക്ക് ഉണ്ടായിരുന്നു. അഫ്സൽ സാർ എന്താ പറയുക, ക്ലാസ് എടുത്തിട്ടില്ല. ആളവിടെ ഹോസ്റ്റായിട്ട് നമ്മൾ സ്റ്റുഡൻസും പിന്നെ നമ്മളൊക്കെ ആയിട്ട് ക്ലാസ് എടുത്തിട്ടായിരുന്നു ഈ ഒരു 3 വീക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സാറെ സെഷന് വേണ്ടി കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിലൊക്കെ ചാറ്റില് അഫ്സൽ സാർ എവിടെ, അഫ്സൽ സാർ എവിടെ ചോദിച്ചിരുന്നല്ലോ. ഇനി എന്തായാലും നെക്സ്റ്റ് അഫ്സൽ സാർ തന്നെയാണ്. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. യാത്രയിൽ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ നമ്മൾ എന്നും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റായി നമ്മളുടെ ടൈമോടെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, മറ്റു തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 100% ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോ മോഡിൽ ഇരുന്ന് നമ്മളെ ഡെഡിക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഓക്കെ, ഖാദർ സാർ വന്നിട്ടുണ്ട്, താങ്ക് യു. വേറെ യാത്രയൊന്നും അല്ല എങ്കിൽ വരും കേട്ടോ. പിന്നെ നമ്മൾ യൂണിക് ടോക്കിൽ ഇപ്പോഴും ഷഹനാസ് മാം വന്നിട്ടുണ്ട്, താങ്ക് യു മാം. ഇജാസ് സാർ ഉണ്ട്, ഗുഡ് ഈവനിങ്. ഓ, നമ്മളെപ്പോഴും യൂണിക് ടോക്കിൽ 3 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇപ്പോഴും ഇവിടെ ചൈൽഡിന്റെ ക്യൂരിയോസിറ്റിയോട് അഞ്ജലി മാം വന്നിട്ടുണ്ട്, താങ്ക് യു മാം. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക. ഇവിടെ നല്ല ഏത് ക്ലാസ്സിലായാലും കുറേ എനിക്ക് അറിവുണ്ട്, ഞാൻ വലിയൊരാളാണ്, എനിക്ക് കുറെ ഇനി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട എന്നൊരു ഇന്റൻഷൻ അല്ലാണ്ട് പുതിയ എന്തൊക്കെയോ എനിക്ക് പഠിക്കാനുണ്ട്. ഓരോ ദിവസം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമുക്ക് അടുത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന്ന് എത്ര മണി വരെ ഉണ്ടാവും ക്ലാസ്? ഒരു 10 o'clock, 10 to 10:15. സോറി, 9, 9:30. സോറി സോറി, 9:30, 9:15 വരെ കേട്ടോ. സോറി, മാറിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നില്ലേ, ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക, അവിടെ പറയുന്ന കണ്ടന്റിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യുക. പറയുന്ന ശൈലി, ആളെ ഭാഷ ശരിയാണോ, പറയുന്ന രീതി ശരിയാണോ എന്നല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരു നിറഞ്ഞ കപ്പായിട്ട് ഇരിക്കാതിരിക്കുക. എനിക്കെല്ലാം അറിയും, ഞാൻ വലിയ സംഭവമാണെന്നുള്ള ഭാവമൊക്കെ ഒഴിവാക്കിയിട്ട് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നില്ല, സിമ്പിളായി ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക. കുറെ ജഡ്ജ്മെന്റൽ സ്റ്റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? അമിത ചിന്തയെ ഒഴിവാക്കാന്നില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണിത്. ഓവർ തിങ്കിങ്. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ഇതെങ്ങനെ ആയിരിക്കും, ഇത് ശരിയാവില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് ഒരിക്കലും പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരും അല്ലെങ്കിൽ നല്ലത് ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനേക്കാൾ നമുക്കിഷ്ടം എപ്പോഴും മോശമായിട്ട് ചിന്തിക്കാനാണ്. എത്രത്തോളം ഒരു പ്രശ്നത്തെ ചിന്തിച്ച് വഷളാക്കാൻ പറ്റുമോ അതിലൊക്കെ PhD എടുത്ത ആളുകളാണ് നമ്മളൊക്കെ. നിങ്ങളെ മാത്രം പറയുന്നില്ല, ഞാൻ അടക്കമുള്ള ആളുകൾ, നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്നതാണത്. അപ്പൊ അതിനെ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നില്ല ഡീറ്റെയിൽ ആയി തന്നെ ഞാനല്ല സെഷൻ എടുക്കുന്ന അഫ്സൽ സാറാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, അല്ലെ ഷെയറായി തന്നെ പറഞ്ഞ ഒരു വലിയൊരു സെഷനിക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ. ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മളെ ലിങ്ക് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഏകദേശം 25 to 30 ആളുകൾ അപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താണല്ലോ, എന്തൊക്കെയോ എനിക്ക് കിട്ടാനുണ്ടെന്നില്ല. അപ്പൊ അത് നിങ്ങൾ വിജയിക്കാൻ എടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണത്. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കാം, ഫിലിം കാണാം, അതൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഒരു ടൈം കൂടെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണെന്നില്ല നിങ്ങൾ എന്നെ റിയലൈസ് ചെയ്ത് നിങ്ങളെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ഫുൾ ഹാർട്ടോട് കൂടെ നമ്മൾ സെഷനിലേക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും വെൽക്കം ചെയ്യാനോ. ഒന്നും കൂടെ അഫിൽ സാറെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാ തവണയും നമ്മൾ തുടങ്ങും പോലെ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ഓരോരുത്തരുടെയും സമയം മാറ്റിവെച്ച് ഇവിടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. പിന്നെ നമ്മൾ എല്ലാ സെഷനിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചോദിക്കുന്നതല്ല, ഫസ്റ്റ് ഒരു കാര്യം, 63 ആഴ്ചകളായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് യൂണിക് ടോക്ക് എല്ലാ ആഴ്ചകളും നമ്മൾ ടീം മെമ്പേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവാണ്. എല്ലാവർക്കും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമും ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമും ആയിട്ട് ഇങ്ങനെ മെല്ലെ 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 വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരും പരിചയമുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഖാദർ സാർ ഉണ്ട്, അഞ്ജലി മാം ഉണ്ട്, ജുനീത ഉണ്ട്. അവരൊക്കെ ഇപ്പോഴത്തെ യൂണിക് എക്സ് ബാച്ച് 2 സ്റ്റുഡൻസ് ആണ്. ഷിബ്ല മാം, ഷഹനാസ് മാമിനൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് മുർഷിദ, മിസ്ന, റിഫ, പിന്നെ കുറെ ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡലൊക്കെ വരും, ഒന്ന് കാണട്ടെ ആരാണിത് എന്നുള്ളത്. പറ്റുന്നവർ കേട്ടോ, ഇങ്ങനെ ഡ്രൈവിംഗിലും അല്ലെങ്കിൽ വർക്കിലൊക്കെ തിരക്കല്ലാത്തവരൊന്ന് വീഡിയോ മോഡിൽ വരും കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, ബാക്കിയുള്ള തിരക്കിലായിരിക്കാം. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വീഡിയോ മോഡിൽ വരാൻ പറയുന്നത് വെച്ചാല്, എന്തെങ്കിലും ഇപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു പ്രത്യേക തരം ടോപ്പിക്കാണ്. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ
നമ്മൾ എല്ലാ സെഷനിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യോ. ഷഫീഖ് സാർ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ദ വീഡിയോ മോഡ്. ഈ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യോ ഏത് ഡിസ്ട്രിക്റ്റ് നിന്നുള്ള ആൾക്കാരാണെന്ന്, ഓരോരുത്തരൊന്ന് പരിചയപ്പെടാനും പേര് വായിക്കാനും. ഷിബില യാസ്മിൻ മലപ്പുറം, ഷഹല ടി എ വയനാട്, അബ്ദുൽ ഖാദർ എറണാകുളം, ഷഫീഖ് ട്രിവാൻഡ്രം, ഒമർ കൊല്ലം, ഫാത്തിമത്ത് സുഹറ പയ്യോളി കാലിക്കറ്റ്, ജുനൈദ് കാസർഗോഡ്, മിറാഷ കോഴിക്കോട്, സംന മലപ്പുറം, ഷഹനാസ് തൃശ്ശൂരാണ്, കൗസർ മാംഗ്ലൂർ, ഫാസില മലപ്പുറം, ഷംന ഉണ്ടല്ലോ ട്രിവാൻഡ്രം, ഷഹനാസ് എറണാകുളം, ജസ്ന ട്രിവാൻഡ്രം, സൂം യൂസർ. പറ്റുന്നവരൊക്കെ ഒന്ന് പേരൊന്ന് ചേഞ്ച് ചെയ്യണം, നെയിം കിട്ടണം നല്ലതായിരുന്നു. കോഴിക്കോട് എന്നൊരാളുണ്ട്, ഐഫോൺ ജാഫർ സർ കോഴിക്കോട്, അഞ്ചലിനാം തൃശ്ശൂർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് സെഷനിലെ ടോപ്പിക് ആയിട്ട് വെച്ചിരുന്നത് ഓവർ തിങ്കിങ് എങ്ങനെ ഒഴിവാക്കാന്നായിരുന്നു. ലൈഫിൽ തീരെ ഓവർ തിങ്കിങ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മീൻസ് ഒരിക്കൽ പോലും ലൈഫിൽ ഓവർ തിങ്കിങ് എന്നൊരു സംഭവം ഫേസ് ചെയ്യാതെ. ഷിഫ തമിഴ്നാടു, താങ്ക് യു. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുമായിരിക്കും. ഓവർ തിങ്കിങ് എന്നുള്ള സംഭവം എല്ലാവരും പല സമയങ്ങളിലായിട്ട് ഓരോ ദിവസങ്ങളിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വിഷയം മീൻസ് അത് നമുക്ക് ഒരിക്കലും അത് ലൈഫിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റൂല. കാരണം അത് നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടുള്ള ഓവർ തിങ്കിങ് ഓവറാണ്. ഓവർ തിങ്കിങ് തന്നെ ഓവറാണെന്നല്ലേ അത് പറയുന്നത്. അപ്പോ മനുഷ്യന്മാർക്ക് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന്, മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ വ്യത്യസ്തമാക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് അല്ല, തിങ്കിങ് ആണ്. ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടാണ്. വേദഗ്രന്ഥങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ കണക്ട് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഊഹാപോഹങ്ങൾ തെറ്റാണ് എന്നുള്ള സംഭവം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മീൻസ് ആവശ്യമില്ലാതെ, മീൻസ് തിങ്കിങ് എന്ന് പറയുന്ന കാര്യവും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചില ആൾക്കാർ വിചാരിക്കും ഞാൻ നല്ലോണം ചിന്തിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് നല്ല ബുദ്ധി കൂടുതലായിട്ടായിരിക്കും. മീൻസ് വ്യത്യസ്തമായിട്ടുള്ള മറ്റാരും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തകൾ. അത് നമ്മൾ ആർക്കെങ്കിലും അറിയോ ഒരു തിങ്കിങ്ങിനെ ഓവർ തിങ്കിങ്ങിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന്? തിങ്കിങ്ങിനുള്ള ചില കോമ്പണൻസ് ഉണ്ട്, ഓവർ തിങ്കിങ്ങിനുള്ള ചില കോമ്പണൻസ് ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് തിങ്കിങ് ആണോ ഓവർ തിങ്കിങ് ആണോ? ആരെങ്കിലും ഒന്നൊരു തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു അഭിപ്രായം ഒന്ന് റൈസ് ചെയ്യും. ആർക്കെങ്കിലും പറയാൻ പറ്റും തിങ്കിങ്ങിന്റെ ഓവർ തിങ്കിങ്ങിന്റെ ഡിഫറൻസ് എന്താണെന്ന്? അധികം ആൾക്കാർക്കും അറിയില്ല അത് രണ്ടും എന്താണെന്ന് പോലും. ചിന്തിക്കുന്നുണ്ട്, അധിക സമയത്തും ഓവർ തിങ്കിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഒരു തോട്ട് ഷെയർ ചെയ്തോളൂ. ആർക്കാ ധൈര്യം ഉള്ളത്? ധൈര്യമൊന്നുമല്ല, ആർക്കാണ് അതിന് വരാനുള്ള? ഞാൻ പറയാം. സാർ പറഞ്ഞോളൂ. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിരന്തരമായി ചിന്തിച്ച് കാട് കയറി പോവുക. യെസ്. പിന്നെ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക, ആവശ്യത്തിന് മാത്രമുള്ള ചിന്ത, അതിനപ്പുറമില്ല. യെസ്, കറക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രണ്ടിന്റെയും ഒരു പാർട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് സാർ. എന്താ അറിയോ, തിങ്കിങ് എന്ന് പറയുന്ന സമയത്ത്, ചിന്ത എന്ന് പറയുന്ന സമയത്ത് അത് കറക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്ത യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിൽ എന്തെങ്കിലും ഒരു ലോജിക് ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇൻവോൾവ് ആയിരിക്കും. ഒരു ചിന്ത മാത്രമാണ്, ഒരു തിങ്കിങ് മാത്രമാണെങ്കിൽ അതേപോലെ തന്നെ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, എൻഡും ഉണ്ടാവും. കാരണം ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷേ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ അതൊരു ലൂപ്പാണ്. മീൻസ് അതിനൊരു തുടക്കവും ഇല്ല, ഒരു ഒടുക്കവും ഇല്ല. അതിങ്ങനെ ചിന്തിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചെറിയ എന്തെങ്കിലും വിഷയമായിരിക്കും. ചിലപ്പം ഭാവിനെ കുറിച്ചുള്ള കാര്യമായിരിക്കാം, ചിലപ്പം കഴിഞ്ഞു പോയ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. അതിങ്ങനെ ചിന്തിച്ച് ഒരു ലൂപ്പിൽ നമ്മളിങ്ങനെ ഈ മറ്റേ വീഗാലാൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മളൊരു ഇതിൽ കയറില്ലേ,
ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഏതൊക്കെ റൂട്ടിനാ പോവാന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു ചെറിയ വിഷയമായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് നമ്മൾ ചിന്തിച്ചങ്ങ് എവിടോ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കിങ്ങനെ ആരും അറിയാത്ത പോലെ നിൽക്കണ്ട. ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ചിന്തിച്ച് നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടാവും. അതായിരിക്കും പറഞ്ഞത്, ഞാൻ അന്ന് അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഇന്ന് അവൾ എങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞ പല അതൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാട്ടോ. പിന്നെ ഓവർ തിങ്കിങ്ങിൽ ഉണ്ടാവുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പേടിയാണ്, ഫിയർ ഉണ്ടാവും, അതേപോലെ ഡൗട്ട് ഉണ്ടാവും, സംശയം ഉണ്ടാവും, പേടി ഉണ്ടാവും. പിന്നെ ഉണ്ടാവും എന്താ അറിയോ, വാട്ട് ഇഫ് ഇമാജിനേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ സംഭവിച്ചാൽ അത് എങ്ങനെയാവും. ദാറ്റ് മീൻസ് ജീവിതത്തിൽ നടക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പ്രോബബിലിറ്റി നമ്മളാരും പൊതുവെ മാത്സിൽ എല്ലാവരും ഒന്നും അതിൽ എക്സ്പേർട്ട് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ എത്ര ചാൻസസ് വരുമോ ആ ചാൻസസിനെക്കാട്ട് കൂടുതൽ നമ്മൾ ചിന്തിച്ചിട്ട് പല പല വിഷയങ്ങൾ നമ്മൾ തന്നെ നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരുവിധം മനുഷ്യന്മാരനുഭവിക്കുന്ന എന്ത് അസുഖങ്ങളും നമുക്ക് ഡോക്ടർമാരുടെ സ്കാനിങ് റിപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യന്മാരനുഭവിക്കുന്ന എല്ലാ അസുഖങ്ങളും, ഒരുവിധ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കാൻ റിപ്പോർട്ടോ എക്സ്റേയോ അതോ ഇതോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഓവർ തിങ്കിങ്ങിനുള്ള ഒരു ടെസ്റ്റും ഇതുവരെ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. മീൻസ് നമുക്കൊരു റിപ്പോർട്ടായിട്ട് ഒരിക്കലും കിട്ടൂല. അത് നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന. ചില ആൾക്കാരെ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് പല വിഷയങ്ങൾ എടുത്തിട്ട്, ദാറ്റ് മീൻസ് അതൊരു തെറ്റിന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. എന്റെ ലൈഫിലും ഉണ്ടായേക്കാവുന്ന സംഭവം തന്നെയാണ്, ചില സമയത്ത് വരാറ് പോലും ഉണ്ട്. അപ്പോ അത് ഈ ഒരു ചിന്തയും തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഒഴിവാക്കിയെടുക്കണമല്ലോ. ഒഴിവാക്കിയെടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ ഓവർ തിങ്കിങ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. റൂട്ട് കോസസ് ഉണ്ടല്ലോ. ഒരു ഓവർ തിങ്കിങ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് അത് വരാൻ സാധ്യത ഉള്ളത്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഒരു എക്സാമ്പിൾ? എന്തൊക്കെ തരത്തിലുള്ള പേടികൾ നമ്മൾ പറഞ്ഞല്ലോ, പേടി പറഞ്ഞു, സംശയം പറഞ്ഞു. അത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പേടി ഉണ്ടാവും ആൾക്കാർക്ക്? ഫിയർ ഉണ്ടാവും ഏതൊക്കെ രീതിയിലാണ്? എന്തിനൊക്കെ പേടി ഉണ്ടാവും? ഒരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു പേടി. ഫിയർ ഓഫ് ഫെയിലിയർ, ഫ്യൂച്ചറിനെ കുറിച്ച്. ഫ്യൂച്ചർ എന്താവും, എൻ്റെ കരിയർ എന്താവും, എൻ്റെ കുട്ടികൾ എന്താവും, എൻ്റെ വീട്, എൻ്റെ സാമ്പത്തിക സ്ഥിതി, പല കാര്യങ്ങൾ. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡിലുള്ള ചില കാര്യങ്ങൾ മോശമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടും. ചില അഫെയറിലൊക്കെ ഉള്ള ആൾക്കാർക്കുണ്ട്, ഇന്നെ അവൾ ഇട്ടച്ച് പോവോ, അവരെന്നെ തേച്ച് പോവോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു പേടി ഉണ്ടല്ലോ. അത് ഒരു പേടിയാണ്. പിന്നെ ഉള്ളത് ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയും, വിമർശന ഭയം. ദാറ്റ് മീൻസ് മറ്റുള്ളവർ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ വിമർശിക്കോ, എന്നെ അതിൽ കുറ്റപ്പെടുത്തോ, ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുമോ എന്നുള്ള ഒരു പേടി. പിന്നുള്ളത് ഭാവിയിൽ വരാൻ പോകുന്ന അനിശ്ചിതത്വങ്ങൾ. ദാറ്റ് മീൻസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു എക്സാം എഴുതാൻ പോവാണ്, ഇത് ഞാൻ പാസ്സാവോ, അത് പാസ്സായില്ലെങ്കിൽ ഇപ്പൊ വീട്ടുകാരെന്തൊക്കെ ആയിരിക്കും. അതിപ്പോ എക്സാം, എന്റെ വൈഫൊക്കെ പറഞ്ഞാല് എക്സാം എഴുതി കഴിഞ്ഞാലും വന്നിട്ട് 2 മാർക്കിന്റെ പോയിക്കുന്നത്, 5 മാർക്കിന്റെ ഒന്ന് തെറ്റിപ്പോയിക്കുന്നത്. മാർക്ക് കിട്ടുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ പ്രത്യേകിച്ച്. അപ്പൊ ആവശ്യമില്ലാണ്ട് അന്നത്തെ ദിവസം വന്നിട്ട് അത് എഴുതാൻ പറ്റില്ല, എങ്ങനെയെന്നൊക്കെ പറയും. അധികം ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ഉണ്ടാവുക ഫിയർ പോലെ തന്നെ ഈ റൂട്ട് കോസസ് പെട്ട വേറൊരു കാര്യമാണ് മിസ്റ്റേക്കുകൾ. എന്തൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചേക്കാം? ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ താഴത്ത്? ഫോർ വാട്ട് വൈ യു കാൻറ്റ് എക്സ്പ്ലെയിൻ. ഫിയർ ഓൾസോ നോട്ട് ഡിഫൈൻഡ്. യെസ്, ചില സമയത്ത് പേടികൾ ഉണ്ടായേക്കാം. എന്തിനാണ്, എന്തുകൊണ്ടാണെന്നൊന്നും ഐഡിയ ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഒരു പേടി ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായേക്കാം. എന്തൊക്കെ നമ്മളെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് സംഭവിച്ചേക്കാൻ സാധ്യതയുള്ളത്? ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയല്ലോ, നമ്മളെ വായന്ന് വിട്ട വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് പറയില്ല. ചില കാര്യങ്ങൾ നമുക്ക് തോന്നാറില്ലേ, എന്നാലും അങ്ങനെ അത്ര പറയണ്ടായിരുന്നു, കുറച്ച് കൂടി പോയിക്കുന്നു. ഇല്ല, അതാർക്കെങ്കിലും തോന്നലുണ്ടോ? പക്ഷെ ഇവിടെ ആരും അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരൊന്നുമില്ല.
ഇങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആൾക്കാരൊന്നും എല്ലാവരും നോ. അതല്ലേ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ അടിപൊളിയാന്ന് നിൽക്കുന്നത്, അങ്ങനെ ആരും ഇല്ലാൻ തോന്നുന്നു. സർ ഞാനുണ്ട്. ആ നാസിയ മാം ഉണ്ട് അല്ലേ, സെറ്റ്. നാളത്തെ ക്ലാസ്സിൽ അത് എടുത്ത് പറയണോ കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലല്ല, അത് അഫ്ല സാറാ സാറ് ഞാൻ എന്തായാലും പറയാം നിങ്ങളെ പറ്റി പറയാൻ. അല്ല പറയണ്ട വെറുതെ എന്തിനാ പറയണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോ നമുക്ക് ഒരു ഓവർ തിങ്കിങ് വന്നേക്കാം. എന്നാലും ഞാൻ ആ പറഞ്ഞ വാക്കുകൊണ്ടല്ലേ ഞങ്ങൾ നമ്മൾ തെറ്റിപ്പോയത്, ഞാൻ ആ പറഞ്ഞ കളവുകൊണ്ടല്ലേ മറ്റൊരാൾ ശിക്ഷിക്കപ്പെട്ടത്, ആ രീതിയിൽ നമുക്ക് തോന്നിയേക്കാം. ഇതേപോലെ തന്നെയാണ് ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തത്. അവനെന്റെ വയ്യേക്ക് കൂടി നടന്ന സമയത്ത് ഞാൻ വെറുതെ അവനോട് യെസ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ അവളോട് ഞാൻ യെസ് പറഞ്ഞു പോയി, കുടുങ്ങി അധോഗതി. അന്നു മുതൽ എൻ്റെ ലൈഫിലെ ഈ കഴുത്തിൽ ചൊറഞ്ഞ ചേര മാതിരി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് പറയാറുണ്ട്. ചില ആളുകൾ ചില തീരുമാനങ്ങൾ, ഈ ഞാൻ റിലേഷൻഷിപ്പിൽ മാത്രമുള്ള തീരുമാനങ്ങളല്ല, ചില സമയത്ത് നമ്മള് ചില ജോലി സെലക്ട് ചെയ്തതായിരിക്കാം, ചില ക്ലാസ്സസിന് ജോയിൻ ചെയ്തതായിരിക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിന് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് വിട്ട് പോയി എന്ന് ചിന്തിക്കുന്നത്? ആരെല്ലാം വിശ്വസിക്കുന്നത്. പിന്നെ ഓക്കെ, അപ്പൊ ആ രീതിയിൽ രണ്ട് തരത്തിലുള്ള മീൻസ് മിസ്റ്റേക്കുകളാണ് ഉണ്ടാവുക. ഒന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുത്തതിലുള്ള മിസ്റ്റേക്കും, ഒന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ അത്ര പറയണ്ടായിരുന്നു എന്നുള്ള തോട്ടും. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഈ ഓവർ തിങ്കിങ് നടക്കാനുള്ളതിന്റെ ഏറ്റവും മെയിൻ റീസൺസ് പെട്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒട്ടുമിക്ക സമയത്തും നമ്മൾ പറയല്ലേ മൈൻഡ്ഫുൾ ആവാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് മൈൻഡ്ഫുൾ ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറില്ലേ. ഒന്നെങ്കിൽ നമ്മൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും ട്രോമകളെ കുറിച്ചോ വേദനകളെ കുറിച്ചോ നഷ്ടങ്ങളെ കുറിച്ചോ ചിന്തിച്ചിട്ട് ഇങ്ങനെ വേദനിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുകയായിരിക്കും. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. എല്ലാവർക്കും അറിയാം മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയൊക്കെ. നമ്മളെവിടെയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ കോച്ചസും കൂടിയാണ്. അപ്പൊ പിന്നെ നമ്മൾ അധികം ആ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അധികം എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത്. മീൻസ് നമുക്ക് ഈ നിമിഷത്തിൽ ഇപ്പം മീൻസ് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഭാവിനെ കുറിച്ചുള്ള പേടികളും ഉണ്ടാവില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങളും ഉണ്ടാവും. ഈ നിമിഷത്തിൽ ഒരു ചെറിയൊരു ശ്വാസം, ചെറുതല്ല വലിയൊരു ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് പോലും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭക്ഷണം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ചെറിയ എന്റെ ശരീരത്തിലൂടെ ഞരമ്പിലൂടെ രക്തം ഒഴുകുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് നമ്മൾ ഈ നിമിഷത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ കുറച്ച് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാൻ ചില ആൾക്കാർ പറയുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. എന്നൊക്കെ പറയുന്നതിന് നല്ല സുഖമാണ് അങ്ങനെ ഈ നിമിഷത്തിൽ ഇരിക്കാന്ന്. ചിലപ്പോ നാളെ പൈസ കൊടുക്കേണ്ട ആൾക്കാർക്ക് പൈസ കൊടുക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ അത് സോൾവ് ചെയ്യണം. പല വിഷയങ്ങളും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഓടുന്ന സമയത്ത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാറുണ്ടെന്ന് പറയാം. ഇതേപോലെ തന്നെ വേറൊരു റൂട്ട് കോസ് ആണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്തത് പോലെ തന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ദാറ്റ് മീൻസ് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവോ, റോങ് ആയി പോവോ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉള്ളവരോട് പറയും, ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ ചെയ്താൽ ഇപ്പോ എന്റെ സംസാര രീതി ഒക്കെ ശരിയാവോ, എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ സെറ്റ് ആവോ, എന്റെ അവതരണ രീതി ഓക്കെ ആവോ. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും. ഇപ്പൊ 63 ആഴ്ചയായിട്ട് ഈ യൂണിക് ടോക്ക് എങ്കിലും ചെയ്യില്ല, വേറെ കുറെ ക്ലാസ്സുകൾ നടക്കണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ഭാഷ ഇപ്പൊ കൊടുവള്ളി കോഴിക്കോട് ഭാഷ ആണല്ലോ, നമുക്കിട്ട് വെച്ചു ഉള്ളിക്കൂടി. ഷർജന മാം ഇല്ലല്ല, ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, എല്ലാവരെയും കൂടി ഉദ്ദേശിച്ച് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, എല്ലാരും ഉണ്ടല്ലോ അതില്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വൃത്തിക്ക്. ആ അതൊക്കെ തോന്നി, എല്ലാവർക്കും കൂടി ഇട്ട് വെച്ചതാന്ന്. എല്ലാവരും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ആത്മവിശ്വാസക്കുറവ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ നമ്മൾ ചെയ്താൽ തെറ്റിപ്പോവോ എന്നൊക്കെയുള്ളൊരു പേടി, അതും ഇതിന്റെ ഒരു ഭാഗമാണ്.
പിന്നെ വരുന്നൊരു കാര്യമാണ് പെർഫെക്ഷനിസം. എങ്ങനെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോന്റെ തന്നെ പറയാം. ഇപ്പം ഒരു ഐഫോൺ കിട്ടിയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു മൈക്കും കൂടി കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലും ഒന്നും കൂടി ഉഷാറായിട്ട് ചെയ്യാലോ. പക്ഷെ ചില ആൾക്കാരുണ്ടാവും മൈക്കും ഇല്ല, നല്ല ക്യാമറ ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് അത് ചെയ്ത് അങ്ങനെ തുടങ്ങി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ദാറ്റ് മീൻസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാട്ടോ. വീഡിയോന്റെ കാര്യം മാത്രമല്ല, ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ജോലിക്കോ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഫുള്ളി ആ ക്വാളിഫിക്കേഷൻ ഫുള്ളി കിട്ടിയിട്ട് തുടങ്ങാന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതിന് പകരം എല്ലാ കഴിവുകൾ വെച്ചിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് പഠിക്കും, അതിന്റെ കൂടെ ക്വാളിഫിക്കേഷനും ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഒന്ന് നമ്മൾക്ക് റൂട്ട് കോസസ് പറഞ്ഞതിൽപ്പെട്ട ഒരു റൂട്ട് കോസ് ആണ് പെർഫെക്ഷനിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണാവതാരം. ഞാൻ അതിന്റെ മറ്റേ എന്താണ് മലയാളം വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പെർഫെക്ഷനിസത്തിന്റെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കേണ്ട വെച്ചിട്ട് പൂർണ്ണതാവാദം എന്നാട്ടോ അതിന്റെ പേര്. പെർഫെക്ഷനിസം അതിന്റെ മലയാളമാണ് പൂർണ്ണതാവാദം. ഓക്കെ, തുടങ്ങാൻ പോലും ആവാതെ എങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് റൂട്ട് കോസ് നമുക്കിട്ട് വെച്ചു. പിന്നെ ഓവർ തിങ്കിങ്ങിന് ടൈപ്സ് വരുന്ന സമയത്ത് നമ്മളിപ്പോ പറഞ്ഞത് റൂട്ട് കോസസ് ആണ്. ഇതേപോലെ തന്നെ ഓവർ തിങ്കിങ്ങിന് കുറച്ച് ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ് ഉണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് സെൽഫ് ക്രിറ്റിസിസം. അത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പല ദുശ്ശീലങ്ങളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടെങ്കിൽ പോലും, ദാറ്റ് മീൻസ് സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓവറായിട്ട് സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ ഓവർ തിങ്കിങ്ങിനെ നമ്മളൊരു ദുശ്ശീലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതേപോലത്തെ ഉള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ് പെട്ട ഒരു കാര്യമാണ് സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയും. നമ്മളെക്കുറിച്ച് തന്നെ എങ്ങനെ ആരും ഒന്നും പറയൊന്നും വേണ്ട, നമ്മളെക്കുറിച്ച് തന്നെ എങ്ങനെ എന്ത് പറയും, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, എന്നെ കാണാൻ രസമൊന്നുമില്ല, എനിക്ക് ഹൈറ്റ് ഇല്ല, എനിക്ക് തടിയില്ല, എനിക്ക് ഹൈറ്റ് കൂടുതലാണ്. എനിക്ക് പണ്ട് ഉണ്ടായിരുന്ന വിഷയങ്ങളാട്ടോ, ഹൈറ്റ് കൂടുതലാന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായി. പിന്നല്ലേ മനസ്സിലായി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ആണെന്നൊക്കെ. അതിനനുസരിച്ച് തടി സെറ്റ് ആക്കിയത്. അപ്പോ മീൻസ് നമ്മൾ സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പാർട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ആങ്സൈറ്റി, നേരത്തെ പറഞ്ഞല്ലോ, ആ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഒരു കാരണമാണ് ഫ്യൂച്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ എല്ലാ സമയത്തും ഇങ്ങനെ ഭാവിനെ കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം. പിന്നെയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്, ഫിയർ ഓഫ് അതേഴ്സ് തോട്ട്സ്. ദാറ്റ് മീൻസ് മറ്റുള്ളവര് എന്താ വിചാരിക്കുക, ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഞാനൊരു പാട്ട് പാടിയത്, എന്നോട് ഇപ്പൊ ആരെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പാട്ട് പാടും, എവിടെയൊന്നുമില്ല. പാടിക്കോ, ചെറിയ പാട്ട് പാടുമോ? ഇങ്ങനെ പറയരുത് ഇട്ടത്. ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പോവല്ലേനോ. ഞാൻ പാടിത്തരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ കുറെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇയാളെന്ത് പാട്ട് പാടാൻ വന്നതാണോ. ഞാൻ പാടിത്തരാൻ പ്രശ്നമില്ല. ഞാനിപ്പോ ഇത് അങ്ങനെ പ്ലാൻ ചെയ്ത് പാട്ടിനെ കുറിച്ച് പറയാൻ പോലും വിചാരിച്ചില്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ എത്തിപ്പെട്ടതാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വഴമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും, ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. അതെ, ഇത് ഫുള്ള് കള്ളക്കളി. സംഗീത ക്ലാസ്സിലെല്ലാം പോയിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് വന്നത്. അടിപൊളിയായിട്ട് കാണാപ്പാടം പഠിച്ചേ അടിപൊളിയായിട്ട് പാടിയില്ല. ഇത് പാടാൻ അറിയാത്ത ആള് പാടിയുള്ള പോലെ അല്ലല്ലോ ഉള്ളത്. താങ്ക് യു. അടിപൊളിയായിട്ട്. ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലൊന്ന് വെറുതെ ചോദിച്ചാൽ, നിങ്ങള് ചോദിച്ചതുകൊണ്ട് ഒരു പാട്ടും പാടി, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, എനിക്ക് വേണമെങ്കിൽ നോർമലി ഒരു കോച്ച് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ, എക്സാമ്പിൾ പറയാം കേട്ടോ, എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു കോച്ചായിട്ടിരിക്കുന്ന ഞാനിപ്പോ ഇവിടെ ഒന്ന് പാട്ട് പാടി, എൻ്റെ ഇതിപ്പോ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ക്ലാസ് ഒന്ന് മാറില്ല കിട്ടോന്ന്. ഇല്ലല്ല, മാറില്ല മിസ്സിനോടെ പറയുന്നുണ്ട് ക്ലാസ് ഒന്ന് മാറിപ്പോലെ കിട്ടോന്ന്. ഇത് എക്സാമ്പിൾ ആണ് മിസ്സിന. എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കുക, ഞാനിവിടെ പാട്ട് പാടിയാല് ഇപ്പം മറ്റുള്ളവരിപ്പോ ഒരു കോച്ച് അല്ലെ ട്രെയിനർ എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്
കേൾക്കാനിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ പാട്ട് പാടിയാൽ ഇപ്പൊ മറ്റുള്ളവർ ഇപ്പൊ എന്താ വിചാരിക്കുക, ഒരു മോശല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ അങ്ങനെ ഇപ്പൊ മോശമായിട്ട് ചിന്തിച്ചാലും പ്രശ്നമില്ല. കാരണം ഞാൻ ആരെയും ഉപദ്രവിക്കുന്നല്ലോ. ക്ലാസ്സിൽ ഒരാള് റിക്വസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇതൊന്ന് കാണിച്ചു തന്നതാണ്. ദാറ്റ് മീൻസ് എനിക്ക് പാട്ട് പാടാന്ന് പറഞ്ഞ് കാണിച്ചു തന്നല്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു സമയത്ത് എല്ലാ സമയത്തും പോയി പാട്ട് പാടണം എന്നൊന്നും അല്ല കേട്ടോ ഇതിന്റെ അർത്ഥം. ആരെങ്കിലും നമുക്കൊരു ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങുന്ന രീതിയിലുള്ള സംഭവം ആണെങ്കിൽ, ആരെയും ഹേർട്ട് ചെയ്യാത്തൊരു കാര്യം കൂടെ ആണെങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും പ്രശ്നമില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാം. ഇപ്പൊ നമ്മളിപ്പം ഇതുവരെ സംസാരിച്ചത് തിങ്കിങ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ഒരു ഒരു വിധത്തിലുള്ള ടെസ്റ്റുകളിലും മറ്റേ മെഡിക്കൽ ടെസ്റ്റുകളിലും ഓവർ തിങ്കിങ് കണ്ടെത്താൻ പറ്റൂല. ഓവർ തിങ്കിങ്ങിന് കുറെ റൂട്ട് കോസസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്, പല ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം. നമുക്കിത് എങ്ങനെ നിർത്താന്നല്ലേ പഠിക്കേണ്ടത്. ഓവർ തിങ്കിങ് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പിന്നെ ഇന്നത്തെ സെഷനിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ സെഷനിൽ ആരെങ്കിലും ഒന്ന് റെഡി ചെയ്യുന്നതോടെ നമുക്ക് സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പം തിരക്കുള്ളവർക്ക് ലീവ് ചെയ്യാം, അല്ലാത്തവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പാട്ട് പാടാം. നമ്മളൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു, നമ്മളെ സ്വല എന്ന് പറഞ്ഞ ബ്രോ. സ്വല അടിപൊളി പാട്ടൊക്കെ പാടി. എനിക്ക് 2 ആഴ്ച മുന്നേ പാട്ടൊക്കെ പാടി. ആർക്കെങ്കിലും ഒരാൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാട്ടോ. ആ പാട്ടിനും കൂടി വെയിറ്റ് ചെയ്യണം. ഇന്ററാക്ഷൻ സെഷൻ ലാസ്റ്റ് ഉണ്ടാവും. ഉണ്ടാവും ജുനീത ഉണ്ടാവും. പാട്ടൊക്കെ പാടാം, സെറ്റാക്കാം. പിന്നെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിന്റെ ലൈഫ് ഒഴിവാക്കി എടുക്കുകയാണ്. ആരെങ്കിലും ഒരു എന്താണ് കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് ലൈഫിൽ ഓവർ തിങ്കിങ് ഒഴിവാക്കി എടുക്കുകയാണ്? ആരെങ്കിലും ഇപ്പം പല കോച്ചസും ആരെങ്കിലും ഇവിടെ ഉണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ഹലോ, ഷനാസ് മാം പറഞ്ഞോളൂ. എപ്പോഴും ഓരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ലേ? യെസ് യെസ്, ഒരു കാര്യം അതാണ്. അടിപൊളി. നിങ്ങളെ പേരെന്താണ് മാം? നിഹാല. മാം എവിടെ സ്ഥലം? ഞാൻ കാലിക്കറ്റ് ആണ്. ഓക്കെ, ഞാനും കോഴിക്കോടാണ്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. അടിപൊളി ആൻസർ ആണ്. ഐ മീൻസ് നിങ്ങൾ കേട്ടിക്കോന്നറിയില്ല, ഈ വെറുതെ ഇരിക്കുന്ന സമയത്തില്ലേ, വെറുതെ ഇരിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറുത്താന്റെ കോട്ടയാന്ന് പറയാ. ദാറ്റ് മീൻസ് ഇബിലീസിന്റെ കോട്ടയാണ് വെറുതെ ഇരിക്കുന്ന മനസ്സ്. ദാറ്റ് മീൻസ് ഡെവിളിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഡെവിൾ വന്നിട്ട് കളിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നോ? വെറുതെ ഇങ്ങനെ വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കുന്ന സമയത്താണ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒരു 4 അന്നത്തെ ഏതെങ്കിലും റീല് കാണട്ടോ, നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ആയിട്ടുള്ള നമ്മളുടെ ഏതെങ്കിലും ഒരു സങ്കടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീല് കാണും, ഏതെങ്കിലും ഒരു സമയത്തുള്ള ട്രോമയായി ബന്ധം. പിന്നെ 4 ഓനെന്നോട് 4 എന്റെ ലൈഫിൽ അങ്ങനെ ഒരു തോൽവി സംഭവിച്ചല്ലോ, അങ്ങനെ ചിന്തിച്ചു. പക്ഷെ എന്താ സംഭവം? നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതും കൂടെ കാര്യങ്ങളും കൂടെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഗോള്. ഇപ്പം ഇന്നലെ ഞാൻ മിസ്സിനെ സ്റ്റോറി ഇട്ടിരുന്നു നമ്മുടെ പേജിൽ. മീൻസ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ നീട്ടി വെക്കുന്ന സംഭവം ഒഴിവാക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞപ്പോഴാ ഇതേപോലെ ഗോള് സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. 2026 കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തണം, നിങ്ങളുടെ കൺസിസ്റ്റൻസിയും പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മളുടെ ക്ലാരിറ്റി ബോർഡ് എന്നുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നാളെ 7 മുതൽ 10 വരെയാണ്. ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ബോർഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാം കേട്ടോ. ഞാനിത് പറയാനായിട്ട് വന്നു. ഷനാസ് ഇടയിൽ കൂടെ ഒരു പരസ്യം കയറ്റിയത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഇങ്ങനെ ആ വിഷയത്തെ കുറിച്ച് ജോയിൻ ആയിട്ടുണ്ടല്ലോ, അറിയാം. ഷനാസ് മാം ഓൾറെഡി ജോയിൻ അയക്കുന്നത് അല്ലല്ല, ഞാൻ പറഞ്ഞത് അത് വലിയ പേയ്മെന്റ് ഉള്ള പ്രോഗ്രാം അല്ല കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ മിസ്സിനാങ്ങളൊന്ന് നമ്പർ മെൻഷൻ ചെയ്തേക്കിട്ടോ. അത് ജസ്റ്റ് 500 രൂപ ഫീസ് വരുന്നുള്ളൂ കേട്ടോ, വലിയ പേയ്മെന്റ് ഉള്ള പ്രോഗ്രാം അല്ല. അഫോർഡബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മിസ്സിനാങ്ങൾ താഴത്തൊന്ന് നമ്പർ മെൻഷൻ ചെയ്ത്. ഇത് പറയാൻ ഇത് ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചതാണ്. പക്ഷെ ഈ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഒരാൾ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നാലാണ് ആ വെറുതെ ഇരിക്കുന്നതൊക്കെ കുറച്ചെടുക്കാൻ ശരിക്കും നമ്മളുടെ ഗോള്, നമ്മളുടെ വാല്യൂസും നമ്മളുടെ സ്കില്ലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ
കറക്റ്റ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. സ്ഥിരമായിട്ട് നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ ഷോ കാണിക്കാൻ ആയിരിക്കില്ല നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നത്. വേറെ ആർക്കെങ്കിലും എന്താ ഷഹനാസ് മാം എന്തോ പറയാൻ വന്നല്ലോ, ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള ടൂളുകൾ. അത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനൊന്ന് റീഫ്രെയിം ചെയ്യാം. നെഗറ്റീവ് തോട്ട് ആണല്ലോ നമുക്ക് പ്രോബ്ലം, അതിനെ പോസിറ്റീവ് ആക്കി എടുക്കാലോ. യെസ്. അപ്പോൾ റീഫ്രെയിമിങ് ദി നെഗറ്റീവ് തോട്ട് ടു പോസിറ്റീവ് തോട്ടാണ് മാം പറഞ്ഞ പോയിന്റ്. അതും കറക്റ്റ് ആണ്. വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇനിയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. നിങ്ങൾക്കിപ്പോ അഥവാ ഓവർ തിങ്കിങ് ഒഴിവാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, നമ്മൾ നോർമലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാട്ടോ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ആൻസർ? ഓവർ തിങ്കിങ് കുറയ്ക്കുക നിങ്ങളിപ്പോ വിചാരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോൾ ഓവർ തിങ്കിങ് കുറയൂലോ. യെസ്, അത് ഒരു പോയിന്റ് ആണ്. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ള സംഭവം. നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനും പറ്റും, ഓവർ തിങ്കിങ് കുറയ്ക്കാനും പറ്റും. അതും ഒരു ടൂളാണ്. നാസിയ മാം, താങ്ക് യു സോ മച്ച്. നമ്മളെ സ്റ്റുഡന്റ് എന്ന രീതിയിൽ വി ആർ പ്രൗഡ്. അഞ്ജലി മാം എന്തെങ്കിലും ഒരു ആൻസർ? ഖാദർ ഭായി ഇവിടെ വീഡിയോ മോഡിൽ ഒന്ന് വീഡിയോ മോഡിലൊക്കെ വരും. ഇങ്ങനെ ഇവിടെ എത്ര ഇതായിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നില്ല, ഭയങ്കര സങ്കടാട്ടോ. ചില ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നവരുണ്ട്. ഒന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോ മോഡിലൊക്കെ വരും, ജഡ്ജൊക്കെ ചെയ്തോളേ. എന്തെങ്കിലും രണ്ട് കുറ്റമൊക്കെ പറയുക കേട്ടെ. അഞ്ജലി മാം എന്തെങ്കിലും ഓവർ തിങ്കിങ് ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവുമ്പോ എല്ലാവരും നിങ്ങൾ ഓവർ തിങ്കിങ് ഇങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണോ അല്ലെ? അതിലുള്ള ഒരു കാര്യം പൊതുവെ ആരും പറഞ്ഞു തരാത്തൊരു കാര്യം പറയട്ടെ. ഒന്നാണ്, വേറെ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന്റെ മുന്നേ ഞാൻ പൊതുവെ ആര് അങ്ങനെ പറഞ്ഞു തരാത്തൊരു കാര്യം പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ വയറ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കാം. അപ്പൊ അല്ലെങ്കിൽ വിചാരിക്കണോ ഇതെങ്ങനെ ഈ ഭക്ഷണവും ഈ ഇതുമായിട്ട് കണക്ട് ആകാൻ ചിന്തിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞു തരാത്തൊരു കാര്യം. അപ്പൊ നമുക്ക് വേണേ ഡീപ്പ് ബ്രീത്തിങ് പറയാ, എക്സസൈസ് പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒക്കെ പറയെങ്കിലും ഇത് ഞാൻ ആദ്യം പറയാൻ കാരണം എന്താ അറിയോ, ഒരു വിഷയമുണ്ട്. എന്താ വെച്ചാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് പറയുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ടാണെന്നറിയോ നമുക്ക് ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് തളരുന്നത് എന്തുകൊണ്ടാ അറിയോ? എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ സെഷനിലൊക്കെ. ഡോസ് എന്ന് പറഞ്ഞിട്ട് ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്, കോർട്ടിസോൾ എന്ന് പറയും. നമ്മളുടെ ബ്രെയിനും ഒക്കെ ആയിട്ട് കണക്ട് ആയിട്ടുള്ള സംഭവമാണ്. അതെന്താന്ന് വെച്ചാല് കോർട്ടിസോൾ റിലീസ് ചെയ്യും. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് കോർട്ടിസോൾ റിലീസ് ചെയ്യും. കോർട്ടിസോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ഈ നല്ല ഹാപ്പി ഹോർമോൺസ് ഇല്ലേ അതിനൊക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കോർട്ടിസോൾ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ കോർട്ടിസോൾ റിലീസ് പോലെ തന്നെ നമ്മൾ ഭക്ഷണം കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങളും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാല് ഈ നമ്മളുടെ ഹോർമോൺസിൽ പെട്ടിട്ട് നല്ല ഗുഡ് ഹോർമോൺസിൽ പെട്ടിട്ടുള്ള സെറട്ടോണിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ചെറുകുടലിലാണ്. നമ്മളുടെ ശരീരത്തിലെ ചെറുകുടലിനുള്ളിലാണ്, നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയല്ലേ, വൻകുടൽ ചെറുകുടൽ, അതിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഈ സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോ കൂടുതൽ ഭക്ഷണം അടിച്ചു കയറ്റി ആവശ്യമില്ലാത്ത മറ്റേ ജങ്ക് ഫുഡും സമയത്തല്ലാത്ത ഭക്ഷണവും എല്ലാം കൂടി അടിച്ചു കയറ്റുമുണ്ടല്ലോ, ആ ഗട്ട് നമ്മളുടെ കുടലിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത വേസ്റ്റ് എല്ലാ സമയത്തും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ നല്ല ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. അതേപോലെ തന്നെ ഈ സെറട്ടോണിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വൻകുടലിലേക്ക് മൂവ് ചെയ്യും. വൻകുടലിലേക്ക് അത് മൂവ് ചെയ്ത് കഴിഞ്ഞ് വൻകുടലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക. ആവശ്യമുള്ള സമയത്ത് അതിങ്ങനെ നമ്മളുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ അതിനുള്ള ആ ഹോർമോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ചെയ്യുക, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലേക്കൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ചെയ്യുക. അപ്പൊ എന്താ സംഭവം, നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം, ഇപ്പം ചില ആൾക്കാർക്ക് ആകെ ഒരു ദുശീലം ഉണ്ടാവില്ല കേട്ടോ. ദുശീലം എന്ന് പറഞ്ഞാല് സിഗരറ്റ് വലിക്കൂല, കള്ള് കുടിക്കൂല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല.
ആകെ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തായിരിക്കും അറിയോ? അടിച്ച് മാറി ഭക്ഷണം കഴിക്കൂ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, അതിന്റെ കൂടെ നല്ലോണം സോഷ്യൽ മീഡിയയും കാണും. സോഷ്യൽ മീഡിയ കൂടുതൽ കൺസ്യൂം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മള് നല്ല ലൈഫിൽ നല്ല ആക്ടിവിറ്റീസ്, എക്സസൈസും മെഡിറ്റേഷനും അങ്ങനത്തെ സംഭവങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടും നടക്കാൻ പോയിട്ടും നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സെറട്ടോണിൻ, എൻഡോർഫിൻ പോലുള്ള ഈ ഹോർമോൺസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മളുടെ ബ്രെയിനിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സങ്കടം, സന്തോഷം, സ്പോർട്സ്, ആർട്സ്, അത് ഇത് പാർട്ടി പ്രവർത്തനം, സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിയുമ്പോൾ എന്താ സംഭവിക്കാറ്? ഡോപ്പമൈൻ ഇങ്ങനെ റിലീസ് ആവും. നമ്മളുടെ ബ്രെയിനിൽ ഇങ്ങനെ ഡോപ്പമൈൻ, നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ ഡോപ്പമൈൻ റിലീസ് ആകുമ്പോൾ അതൊരു ഹാപ്പി ഹോർമോണാണ്. നമുക്ക് അഡിക്ഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഞാൻ എല്ലാ സെഷനിലും പറയുന്നതാണ്, പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഈ സംഭവം അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്നതാണ്. ഓവർ തിങ്കിങ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഡോപ്പമൈൻ റിലീസ് പോലെ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടാത്തത് കൊണ്ടുള്ള വിഷയം കൊണ്ട് മാത്രമല്ല, ഓവർ ഡോപ്പമൈൻ വരുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല, അറിയാതെ നമ്മളുടെ തോട്ട് എന്തിലേക്ക് പോകും? മറ്റുള്ളവരുടെ സക്സസ്, ബ്യൂട്ടി, കാറ്, അവര് കൊടുക്കുന്ന ഗിഫ്റ്റ്, ഐഫോണ്, അത് ഇത്, അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ അറിയാതെ നമ്മൾ പറയും, ഞാൻ ജസ്റ്റ് റീല് കാണൽ മാത്രമേ ഉള്ളൂ, ഷോർട്സ് കാണൽ, യൂട്യൂബും ഇതൊക്കെ കാണൽ, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യലൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങനെ അറിയാതെ ചില വിഷയങ്ങൾ വരും. ചില ആൾക്കാരോട് നമുക്ക് അറിയാതെ, നമുക്ക് ഇന്റൻഷനലി ആയിട്ടില്ല, അറിയാതെ നമുക്ക് അസൂയ തോന്നിപ്പോവും. അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ആ വെറുപ്പും, മറ്റുള്ളവർക്ക് എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ. ചിലപ്പം അവര് ലൈഫിൽ ഒരുപാട് കടങ്ങൾ എടുത്തിട്ടായിരിക്കും കാറ് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ കാണുക? ആ വീഡിയോ മാത്രം കാണുക. ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു കാറിന്ന് വലിയ കാറ് വാങ്ങിയ ആളെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മെച്ച അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ, ഓ എന്റെ വീട്ടിലൊരു ബൈക്ക് പോലും ഇല്ല, ഓ നിനക്ക് എന്ത് സുഖം, എന്റെ ഒക്കെ ഒരു ഭാഗ്യം, എന്റെ ഒക്കെ ഒരു, നമ്മൾ പറയും ഭാഗ്യം എന്നാ. പക്ഷെ ചില ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാക്കി അത് നേടിയെടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ എഫേർട്ട് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കില്ല. നമ്മളുടെ ഉള്ളിലും ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ മറ്റുള്ളവർക്ക്, ഓനെന്ത് നന്നായിട്ട് പാട്ട് പാടുന്നത്, അവരെന്ത് നന്നായിട്ട് വരയ്ക്കുന്നത്, ചില ആൾക്കാരെ കാലിഗ്രഫി ഒക്കെ എന്ത് രസമായില്ല ചില ആൾക്കാർ പ്രസന്റ് ചെയ്യുന്ന സംസാരം കേട്ടാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോവും. എനിക്കങ്ങനെ സംസാരിക്കാനും എനിക്ക് എന്ത് കഴിവുള്ളത്. അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ കമ്പാരിസൺ തോട്ട്സിലേക്ക് പോകുന്ന സമയത്ത് അതും എന്താണ് അതിന്റെ പകരം എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കാര്യമാണ് പറഞ്ഞെന്താ, ഹോർമോൺസിലൊക്കെ കയറിയിട്ട് ഇലക്കോ അങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് മിസ്സിനെ നേരത്തെ പറഞ്ഞത്, സെഷനിൽ പോയി പോലെയത്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ഗട്ട് മീൻസ് നമ്മളുടെ വയറ് ശുദ്ധീകരിക്കുക എന്നുള്ളൊരു സംഭവം നമ്മളുടെ ഓവർ തിങ്കിങ്ങിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവില്ല. വേറെ ഒരു കാര്യം കൂടെ വെച്ചാൽ, അധിക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം ദഹിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. എങ്ങനെ? നമ്മളുടെ ശരീരം കൂടുതൽ എനർജി എടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് തളരും. ബോഡി തളരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മനസ്സ് തളരും. മനസ്സ് തളരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ പല പല പ്രശ്നങ്ങളും കാണാൻ തുടങ്ങും. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. കഴിക്കുന്ന ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചും കൂടെ കറക്റ്റ് ടൈമിൽ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കറക്റ്റ് ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനെ കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പൊതുവെ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞാണ്. ഇനി പൊതുവെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓവർ തിങ്കിങ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നത് നമ്മളുടെ തലച്ചോറിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ സെഷനിൽ, ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് നമ്മളുടെ ബാക്ക് സൈഡിൽ നമ്മളെ ഹാബിറ്റ്സ് ഒക്കെ ഫോം ആവുന്നത്. അതേപോലെ നമ്മളുടെ തലച്ചോറിൽ ഒരു സാധനമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ചിലർക്ക് അറിയണ്ടോ? അപ്പൊ ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് നമ്മളുടെ നല്ല തോട്ട്സും നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല ഡീപ്പ് ബ്രത്ത് എടുക്കുക. ഇപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വിചാരിച്ചോളി. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരുന്നിട്ട് തോട്ട്സിലേക്കല്ല, ജസ്റ്റ് നിങ്ങളെ
ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ വേറെ മെഡിറ്റേഷൻ മ്യൂസിക് ഒന്നും വേണ്ട, ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് വെച്ചാൽ മതി, ടൈമറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ വെറുതെ നല്ലോണം ശ്വാസം എടുത്ത് ഇങ്ങനെ വിട്ടാണ്ടല്ലോ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് റിലാക്സ് ആവും. നമ്മൾ പറയില്ലേ നമ്മളുടെ നാഡീ ഞരമ്പുകൾ എന്നൊക്കെ പറയില്ലേ, ഓരോ കാര്യങ്ങളും നമ്മളുടെ തലച്ചോറിന്ന് നട്ടെല്ല് പോയിട്ടാണ് ഓരോ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ മൂവ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാര്യം പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് നമ്മൾ ശരിക്കും നല്ലോണം ബ്രെയിനിലേക്കൊക്കെ നല്ലോണം ഇങ്ങനെ എയർ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. അതൊരു മെത്തേഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഫുഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് എന്ത് വിധത്തിലുള്ള അസുഖങ്ങൾ ഹീൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ ഫോളോ ചെയ്യാന്നുള്ളത്. ഒരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും, 9 കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉറങ്ങാൻ, ചില ആൾക്കാർക്ക് സുഖമുള്ളവരുണ്ടാവും, പക്ഷെ എന്നാലും ഒരു 7 to 8 മണിക്കൂറെങ്കിലും, 6 to 8 മണിക്കൂറെങ്കിലും, 7 to 9 ആയിട്ട് നമ്മൾ പറയല്. ഈ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഉറക്കം കൂട്ടണം എന്ന് പറയാറുണ്ട്. ഉറക്കം കുറച്ചും കൂടെ നമ്മളൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബോഡി മൊത്തം റിലാക്സ്ഡ് ആണ്, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ബ്രെയിന് പോലും ആ സമയത്ത് റിലാക്സ്ഡ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ ബാക്കിയുള്ള നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ പല ആവശ്യമില്ലാത്ത ഹോർമോൺസും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ റിലീസ് നമുക്ക് ഒഴിവാക്കിയെടുക്കാനും കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് കറക്റ്റ് സൈക്കിൾ കിട്ടും. ഒരു 10 മണിക്ക് എണീച്ചിട്ട് ഒരു 5 മണിക്ക് 10 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 5 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ ഒരു 6 മണി, ആ ഒരു രീതിയിൽ എണീക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ സ്ലീപ്പ് സൈക്കിൾ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓവർ തിങ്കിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നേ 1 മണിക്കൂറോ അരമണിക്കൂറെങ്കിലും മിനിമം ഫോണ് നോക്കാതിരിക്കുക. ഫോണ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളെ വിഷൻ ബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക. അല്ലാണ്ട് എല്ലാ നെഗറ്റീവ് ന്യൂസും പ്രേതത്തിന്റെ സിനിമയും അതും ഇതും കണ്ടിട്ട് മറ്റേ ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഇല്ലാത്ത ഓവർ തിങ്കിങ് വരെ വരും. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഉറങ്ങുന്ന അവസാനമായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആ ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് കാര്യമാണോ വാച്ച് ചെയ്യുന്നത്, നമ്മളുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും കാഴ്ചയിലേക്കും കേൾവിയിലേക്കും നമ്മൾ എന്ത് കാര്യമാണോ കൊടുക്കുന്നത്, ആ കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുക. ഇതിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ കേട്ട പാട്ടുണ്ടാവും, ലജ്ജാവതിയെ, അങ്ങനെ ഏതെങ്കിലും പാട്ട് എക്സാമ്പിൾ അറിയാട്ടോ. ഒരു പാട്ട് കേട്ടിട്ട് ആ ഉറങ്ങിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ് രാവിലെ എണീച്ചിട്ട് ബാത്റൂമിൽ കണ്ണാടിന് മുന്നിൽ ലജ്ജാവതിയെ അറിയാണ്ട് വന്നു. എന്തുകൊണ്ടാണ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ കേട്ടിട്ടും കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അതുകൊണ്ടാണ് നമ്മളുടെ വിഷൻ ബോർഡൊക്കെ വാച്ച് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്ന് പറയുന്നത്. വിഷൻ ബോർഡൊക്കെ കറക്റ്റ് ആ ഫീലിങ്ങും ഇമോഷനും മൈൻഡിൽ കൊടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഗോളുകൾ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തോട്ട്സും ഐഡിയാസ് ഒക്കെ നമുക്ക് വരാൻ തുടങ്ങും. ചിലപ്പോൾ ചില സ്വപ്നങ്ങളായിട്ടായിരിക്കാം വരിക. അതുകൊണ്ടാണ് നല്ല ആരോടും ദേഷ്യവും വെറുപ്പും ഇല്ലാതെ കിടന്നുറങ്ങണം, നല്ല ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കിടന്നുറങ്ങണം, നമ്മളുടെ വിഷ്വലൈസേഷൻ വിഷൻ ബോർഡൊക്കെ നോക്കി വിഷ്വലൈസേഷൻ ചെയ്ത് കിടന്നുറങ്ങണം എന്നൊക്കെ പറയാനുള്ളതിന്റെ കാരണം ഒന്ന് അതാണ്. അപ്പോ ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഡീപ്പ് ബ്രെത്ത് എടുക്കുന്ന പ്രാക്ടീസ് ആണ്. പിന്നുള്ളത് നമ്മൾ സ്ലീപ്പ് സൈക്കിള് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നുള്ള ഒരു കാര്യമാണ് സൺലൈറ്റ് ഉണ്ടല്ലോ, രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെ ടൈമിന്റെ ഇടയിലുള്ള സൺലൈറ്റ് നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മളുടെ ശരീരത്തിൽ സെറട്ടോണിൻ ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെറട്ടോണിൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വയറിൽ ഓവറായിട്ട് ഫുഡ് കഴിച്ച് ഇൻഡസ്റ്റൈൻസ് നിറച്ച് വെച്ചാൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നമ്മൾ കുറച്ച് നേരമെങ്കിലും വെയിൽ കൊള്ളണം. ഞാൻ ഉദ്ദേശിച്ച 7 മണി തൊട്ട് 9 മണി വരെ പോയി വെയിലുള്ള 2 മണിക്കൂർ സ്ഥിരമായിട്ട് വെയിലുള്ളതൊന്നും അല്ല കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു 5 to 10 മിനിറ്റ് അത്ര മതി. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വെയിലുണ്ട് ടാൻ അടിച്ചിരിക്കുന്നൊക്കെ പറയും. അതുകൊണ്ട് അതൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊട്ടാൽ 5 to 10 മിനിറ്റ് സൺലൈറ്റ് കൊള്ളുക. അത് നമ്മളുടെ ശരീരത്തിൽ ഇതേപോലെ നല്ല ഗുഡ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നുള്ളതാണ് ഡെയിലി എക്സസൈസ് ചെയ്യാന്നുള്ളത്.
നിങ്ങൾ ഇങ്ങനെ വിചാരിക്കേണ്ടത് ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്താൽ എങ്ങനെയാണ്? അതെന്തുകൊണ്ടാ പറഞ്ഞത്? ശമ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കോർട്ടിസോളിനെ പ്രതിരോധിക്കുന്ന സാധനങ്ങളാണ് ഡോപ്പമൈനും ഓക്സിറ്റോസിനും സെറട്ടോണിനും എൻഡോർഫിനും. ഈ 4 ഹോർമോണുകളും കോർട്ടിസോളിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മുടെ ചിന്തകളെയും ബ്രെയിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഹോർമോൺ. ഈ ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന സമയം, അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാനും സൺലൈറ്റ് എടുക്കാനും ബ്രത്ത് എടുക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ പറയാനുള്ള കാരണം അതാണ്. എക്സസൈസ് ഈസിക്കൽ ടു റിലാക്സേഷൻ. യെസ്. അപ്പൊ നമ്മളുടെ ശരീരം എന്താ വിഷയം എന്ന് പറയാം, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ അറിയോ? അത് എപ്പോഴാണെന്ന് അറിയോ? എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇതേപോലുള്ള ഹോർമോൺസ് വരുന്നത് നമ്മളുടെ എല്ലുകളില്ലേ, എല്ലുകൾക്കിടയിൽ ഒരു ജോയിന്റ് ഉണ്ട്, എല്ലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ എല്ലുകൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് അറിയോ? ആ എല്ലുകൾക്കുള്ളിൽ നിന്ന് ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ നല്ല ഹോർമോണുകൾ. തള്ളൊന്നല്ല കേട്ടോ, സത്യമായിട്ട് ഉള്ളതാ. ChatGPT-ലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഓക്കെ, അത് ഞാൻ ഇന്ന് പറയുന്നല്ല കേട്ടോ, കുറെ മുന്നേ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലെ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരിക. പിന്നെയുള്ള ഒരു കാര്യമാണ്, കാപ്പി കുടിക്കുന്ന ആൾക്കാർ, കഫെയിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, നല്ലോണം കാപ്പി കുടിക്കുന്ന ആൾക്കാർ. അങ്ങനെ കഫെയിൻ കണ്ടന്റ് നിങ്ങളുടെ ഫുഡിന്റെ ഒരു ഡയറ്റിന് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. കാരണം ഈ കഫെയിനും ഇതേപോലെ നെഗറ്റീവ്, നിങ്ങൾ വിചാരിക്കണ്ടോ ഇയാളിപ്പോ ഒരു ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല, എന്തൊക്കെ പറയുന്നത്, കാപ്പി കുടിക്കാനും പറ്റൂല, ജങ്ക് ഫുഡ് കഴിക്കാനും പറ്റൂല. എന്താ സംഭവിച്ചാൽ ഈ കഫെയിന് നമ്മൾ ഓവർ തിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ള ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പാസ്റ്റിലുമല്ല ഫ്യൂച്ചറിലും അല്ല പ്രസന്റിൽ ജീവിക്കുക എന്നുള്ള സംഭവം. അതിനു വേണ്ടി നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ മെഡിറ്റേഷൻ മാത്രമല്ല ചെയ്യുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്താൽ അറിയോ? നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, വിൻഡോസ് ഡിഫൻഡർ സമ്മറി. ചൈൽഡ്ഹുഡിൽ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പം നല്ല വരയ്ക്കുന്ന കാര്യമായിരിക്കാം, ഇപ്പം പാട്ട് പാടുന്നതായിരിക്കാം. മൈൻഡ്ഫുൾനെസ് മീൻസ് ജുനൈദ മാം, മൈൻഡ്ഫുൾനെസ് എന്നാല് നമ്മൾ ഈ നിമിഷത്തിൽ ഇരിക്കുക എന്നുള്ള സംഭവമാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ പാസ്റ്റിലുള്ള കഴിഞ്ഞ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിലല്ലാതെ പാസ്റ്റിൽ നടന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുകയോ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലതപ്പെടുകയോ ചെയ്യാതെ ഇരിക്കുന്ന പ്രോസസ്സിനാണ് മൈൻഡ്ഫുൾനെസ്. ഈ നിമിഷത്തിൽ ഇരിക്കുക എന്ന് പറയും. ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ ലിവിങ് ഇൻ ദ പ്രസന്റ്. യെസ്, സിമ്പിൾ ആയിട്ട് പറയും. ബിൻസി മാം താങ്ക് യു. ബിൻസി മാം നേരത്തെ വീഡിയോ മോഡിലൊക്കെ വന്നാൽ കണ്ടിരുന്നു. പറ്റുന്നതിലൊക്കെ ഒന്നും കൂടി വീഡിയോ മോഡിലൊക്കെ വരിക കേട്ടോ, ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാനോ ഇഷ്ടമാണ്. പിന്നെ അതിൽപ്പെട്ട കാര്യങ്ങളാണ് പെയിന്റിംഗ് ഉണ്ട്, കളറിംഗ് ഉണ്ട്. ചില ആളുകൾക്ക് അത് ഓർഗനൈസിങ് ആയിരിക്കും. ഒന്ന് വീട്ടിലെ ഡ്രസ്സൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക, വീടിന്റെ ബെഡും അലമാരയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം വർക്ക് സ്പേസിലാണെങ്കിൽ അവിടെയുള്ള മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, അവിടെ ഇവിടെ പൊടിയൊക്കെ ഉണ്ടാവും നോക്കി ഒന്ന് വൃത്തിയാക്കുക. ചില ആൾക്കാർക്ക് അതായിരിക്കും മൈൻഡ്ഫുൾ. കാരണം ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻബോൺ ഓർഗനൈസിങ് എബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് അതും പ്രാക്ടീസ് ചെയ്യാം. അതേപോലുള്ള വേറെ കാര്യമാണ്, നമ്മളുടെ വീട്ടില് പെറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല. ചിലപ്പം മീനുകളായിരിക്കാം, പൂച്ചക്കുട്ടിയായിരിക്കാം, നായ്ക്കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കിളികളായിരിക്കാം, ചിലപ്പം ചെടികളായിരിക്കാം. ഇപ്പം ആ ഗാർഡനിങ് പോലുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ വീട്ടിലുള്ള പെറ്റ്സുമായിട്ട് ഒന്ന് കുറച്ച് ഇന്ററാക്ട് ചെയ്യുക, ഭക്ഷണമൊക്കെ കൊടുക്കുക. അത് ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതേപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് കുക്കിംഗ് ആയിരിക്കും. ചില ആൾക്കാർ പ്രാക്കിയാണ് ഭക്ഷണം ഉണ്ടാക്കുക, ചില ആൾക്കാരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ പോലെ അത് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർക്ക് അത് യാത്രകളായിരിക്കും. പറ്റുന്ന രീതിയിൽ ചെറിയൊരു യാത്രയെങ്കിലും ബീച്ചിലൊക്കെ പോവുക. അപ്പൊ അത് കുറച്ചും കൂടി നമ്മളുടെ മൈൻഡ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആ ഓവർ തിങ്കിങ്ങിന്റെ സംഭവത്തിൽ ഒന്ന് റിലാക്സ് ആകാൻ പറ്റും. ചില ആൾക്കാർക്ക്
അധികം ആൾക്കാർക്കും ഉണ്ടാവില്ല നല്ലൊരു നാച്ചുറൽ യാത്രയൊക്കെ പോയാൽ മൊത്തം ഒന്ന് റിലാക്സ് ഒന്ന് റിജുവിനേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിന്റെ നല്ല രസമല്ലേ അത്. ആരാ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് യാത്ര. പിന്നെ ഉള്ളതാണ് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, നമ്മൾ നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം, എന്നൊക്കെ എന്ത് കാര്യമാണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക. ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും. ഞാനിപ്പോ ഒന്ന് സെലൂണിൽ പോയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ ഓനിങ്ങനെ താടി പഠിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ റബിനെ ബനാദി ജോഡിയിലെ പാട്ടില്ലേ, ഇതിനെ പാട്ട് ആ പാട്ട് അടിപൊളിയാണ്. അപ്പൊ ചില ചില ആൾക്ക് എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ പലർക്കും പലതായിരിക്കാം. അപ്പോൾ അത് ഒന്ന് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് മൈൻഡ്ഫുൾ ആവുക, ഒന്ന് ഹാപ്പി ആവുക. ആ സംഭവങ്ങൾ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഐഡൽ ആയിട്ട് ഒരു കാര്യം ചെയ്യാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പകരം ഈ കാര്യങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ പെട്ട ഒരു കാര്യമാണ് ജേർണലിങ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഏതോ ലോകത്തുനിന്ന് കൊണ്ടുവന്ന ഐഡിയകളൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അത് എന്റേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ആരും ഇനി ഇവിടെ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങളൊക്കെ പറയുന്ന വിചാരിച്ചിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട. ഇവിടെ നോർമലി ഉള്ള രീതിയിൽ നോർമൽ പ്രസന്റേഷൻ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തതാണ് ജേർണലിങ്. ജേർണലിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ലൈഫിൽ അനുഭവിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. ക്ലിയർ ആയിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല, അത് ക്ലിയർ ആയിട്ട് എഴുതുക. എങ്ങനെ എന്ത് പ്രശ്നമാണ് ഇപ്പൊ ഒരാളോട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പോയിട്ട് തുറന്ന് പറഞ്ഞ് കരയാനോ അല്ലെങ്കിൽ ഒന്ന് അത് കേൾക്കാനും, അത് വലിയ ആൻസർ ഒന്നും വലിയ സജഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിലും അത് കേട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങനത്തെ ആൾക്കാർ. നമ്മളെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ ആർക്കും രസം ഉണ്ടാവും. ചിലപ്പോൾ വളരെ ചുരുക്കം ചില ഫ്രണ്ട്സോ നമ്മളുടെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവും. അങ്ങനെ ആൾക്കാരില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് കാര്യങ്ങൾ പറയാ, തുറന്ന് പറയാ, കരയണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയുക ഒക്കെ ചെയ്യാം. അതില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, കറക്റ്റ് ആയിട്ട് ഒരു പേപ്പർ, ഒരു ന്യൂസ് പ്രിന്റോ A4 ഷീറ്റോ എന്തെങ്കിലും കൂടെ എടുത്തിട്ട് ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പം വയ്യ, കേട്ട് കുറ്റങ്ങൾ കേട്ട് ഇതിനെ പറ്റി നല്ലതൊന്നും പറയുന്നത് കേൾക്കുന്നില്ല, എന്ത് ചെയ്താലും കുറ്റം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾ തോന്നുന്നത് അത് മൊത്തം ആ ബുക്കിൽ എഴുതുക. അല്ല ബുക്കിൽ എഴുതാതെ പേപ്പറിൽ കത്തിച്ച് കളയാൻ പറ്റുന്ന പേപ്പറിൽ എഴുതിയിട്ട് അത് എടുത്തിട്ട് അത് കത്തിച്ചാണ് ജസ്റ്റ് ഒരു സമാധാനത്തിന്. എന്താ സംഭവം അറിയാം, ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്കിങ് ഈസ് തിങ്കിങ് എന്നാണ്. ഇങ്കിങ് ഈസ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ 3 ഹോർമോൺസ് ഇൻവോൾവ് ആണ്. അതിൽ 3 ഹോർമോൺസ് പറയുമ്പോൾ നമ്മളുടെ കാഴ്ച ഇൻവോൾവ് ആണ്, ടച്ച് ഇൻവോൾവ് ആണ്, അതേപോലെ നമ്മളുടെ കേൾവി, നമ്മൾ ദാറ്റ് മീൻസ് വായിച്ചായിരിക്കില്ല എഴുതുക. അപ്പോൾ ഹിയറിങ്ങും ഐസൈറ്റും ടച്ചും ഇൻവോൾവ്, തിങ്കിങ്ങും ഉണ്ട്, അതിൽ 6th സെൻസും ഇൻവോൾവ് ആണ്. അപ്പൊ അങ്ങനെ കൂടുതൽ സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മളുടെ മനസ്സിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ കത്തിച്ച് കളഞ്ഞാണ്ടല്ലോ നമ്മൾ വിഷ്വലി നമ്മളുടെ ലൈഫിൽ ആ വിഷമവും സങ്കടവും എടുത്ത് ഒഴിവാക്കിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് ഉണ്ടാവും. നല്ല ടൈം പറഞ്ഞത് നമ്മൾ ഫോർഗിനസ് ജേർണൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതൊന്നും ചെയ്യാൻ ശ്രമിക്കാം. പിന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ്യൂസ് ഐഡൽ ടൈം, വെറുതെ ഇരിക്കുന്ന സമയം ലൈഫിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നുള്ളത് എന്താ പറയുക, പെട്ടെന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുകയാണ്, ഭയങ്കര എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ എന്ത് ചെയ്യാന്നറിയാം, നേരെ വാഷ്റൂമിലോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് ഇട്ട് കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നേരെ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് മുഖത്തോട്ട് അടിക്കുക. മുഖത്തേക്ക് ഇപ്പൊ തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളമാണെങ്കിലും നല്ലോണം കയ്യിൽ എടുത്തിട്ട് ഒന്ന് മുഖത്തടിച്ച് നല്ലോണം കുറച്ചു നേരം മുഖത്തടിച്ച് ഇങ്ങനെ അടിക്കാനുണ്ട്. ഇങ്ങനെ കുറച്ചു നേരം കണ്ണിലൊക്കെ വെള്ളം ഒന്ന് കയറ്റിയിട്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അതും ഇതേപോലെ ഹോർമോൺസ്, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ പല ഹോർമോൺ സെക്രീഷൻ വരുത്തുന്ന കാര്യങ്ങളാണ്. ഈ ചില ആൾക്കാർ പറയില്ലേ രാവിലെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കോൾഡ് ഷവർ എടുത്താൽ ഭയങ്കര എനർജി ആയിരിക്കാം. നമ്മളുടെ ശരീരം മൊത്തം റിലാക്സ്ഡ് ആയി മൊത്തം ഒന്ന് ഇളകി നിൽക്കണായിരിക്കില്ല. അപ്പൊ അതിലേക്ക് നല്ല കോൾഡ് ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ നമ്മളുടെ ഈ സ്കിന്നിന്റെ നമ്മൾ സെല്ലുകളിൽ നിന്ന് സൃഷ്ടിച്ചല്ലേ,
ആ സെല്ലുകളിലേക്കൊക്കെ ഇങ്ങനെ ആ പോർസ് ഇറങ്ങും. കാരണം ഫുൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുക, എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി മൊത്തം വേർത്ത് അങ്ങനെ അയക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ പോർസും ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതിലേക്കൊക്കെ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ കയറുന്നത് നല്ല രസമാണ്, നല്ലൊരു സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒരു കാര്യമാണ്. പിന്നെ ഫിക്സ് ഗട്ട് ഹെൽത്ത്, പിന്നെ ഏതെങ്കിലും വിട്ടുവയ്ക്കുന്നോ? പിന്നെ പിന്നെ ഇങ്ങനെ വേറൊരു കാര്യം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരോടെങ്കിലും പോയി സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നു. പക്ഷെ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലത് അതിന് അനുസരിച്ചുള്ള നല്ല നല്ല ലോജിക്കൽ ആൻസറുകൾ തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോജിക്കൽ ആൻസറുകൾ തരുന്ന ആൾക്കാരെ അടുത്ത് സംസാരിക്കണം. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാതെ കേട്ടിരുന്നാൽ മാത്രം മതി. പക്ഷെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഉത്തരം കൂടി കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾ വെറുതെ കേട്ടിരിക്കുന്ന ഇമോഷണലി മാത്രം കണക്ട് ചെയ്യുന്ന ആളോട് പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. ലോജിക്കലായിട്ട്, കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതി അല്ലാതെ അത് ഇങ്ങനെയും ചിന്തിച്ചുകൂടെ എനക്ക്, ആ രീതിയിലൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടും പോയി സംസാരിക്കാം. നിങ്ങൾ ഏത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയ ആളാണോ അതിനനുസരിച്ചിട്ട് ആളെ സെലക്ട് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോ ഇമോഷണലി ജസ്റ്റ് ആണോ, സാരമില്ല, അത്ര മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളെ കേട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരെ പോയി സെലക്ട് ചെയ്യുക. ആൻസർ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്കോ എന്തെങ്കിലും ഒരു ടൂളോ എന്തെങ്കിലും ഒരു ആക്ഷനോ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരെ എക്സ്പെക്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ പോയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളൊരു കാര്യമാണ് റീഅഷുറൻസ് സീക്ക് ചെയ്ത് നിർത്തുക. ദാറ്റ് മീൻസ് ഞാൻ ചെയ്തത് ശരിയായിരിക്കണോ? ചില ആൾക്കാർക്ക് ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്താലും ആരെങ്കിലും ഒരാളുടെ അവരുടെ ലൈഫിൽ ആരെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ ഒരു വാലിഡേഷൻ കിട്ടണം. നമ്മൾ ചെയ്ത് ഉഷാറായിട്ടോ, എന്നാ സെറ്റായി. അവര് നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, ഇഷ്ടം ഉണ്ടാവില്ല. ആ രീതിയിൽ നമ്മൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും. അങ്ങനെ ഓവർ ആരുമായിട്ടും ഇമോഷണലി കൂടുതൽ അറ്റാച്ച് ആവരുത്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഏത് സമയത്ത് ആരുമായിട്ടും, നമ്മളുടെ സന്തോഷത്തിനെയും സങ്കടത്തിനെയും ഒരു മനുഷ്യനും കൺട്രോൾ ചെയ്യാൻ പറ്റരുത്. ഇപ്പൊ നിങ്ങളാരുപരി നാളെ തന്നെ ഭർത്താവിന്റെ അടുത്തുനിന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഇമോഷണലി ഡിറ്റാച്ച് ആയി പറയില്ല കേട്ടോ. അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം നമുക്ക്. അവരെന്തെങ്കിലും പറയുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴത്തേന്, ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴത്തേന് സങ്കടപ്പെടാനോ ദേഷ്യപ്പെടാനോ, നമ്മൾ എന്താ പറയുക, എംപതി അല്ലെ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കാമാവാൻ പറ്റും. കാമാവാന്ന് പറഞ്ഞാല് അവരിപ്പം ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് നമ്മളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള നമ്മൾ ഏതെങ്കിലും സമയത്ത് കണ്ടു പഠിച്ചിട്ടുള്ള റെസ്പോൺസ് തിരിച്ചു പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു സെക്കൻഡ് തോട്ട് കൊടുക്കുക എന്ന് പറയും. സെക്കൻഡ് തോട്ട്, അവരിപ്പോ ദേഷ്യം പിടിക്കുന്നത് ഞാനെന്തോ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അവര് പുറത്തുനിന്ന് വേറെന്തോ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരികയാണോ, ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ വരുന്നതാണോ, അതിന്റെ ദേഷ്യമാണോ? ദാറ്റ് മീൻസ് അവരുടെ മറ്റുള്ള ആളുടെ ഷൂസിൽ നിന്ന്, അവരുടെ ബ്രെയിനിൽ നിന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കുക. എമ്പതി എല്ലാ സമയത്തും നമുക്ക് പറ്റിക്കണമെന്നില്ല, പക്ഷെ ഇത് നമ്മൾ മറ്റുള്ള ആളുടെ സാഹചര്യം കൂടെ കണക്കിലെടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കാരണം എന്താ പറയുക, അല്ലാതെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അറിയാതെ അത് പിന്നെ വാക്ക് തർക്കമാവും. നമ്മൾ പറഞ്ഞ വാക്ക് ചിലപ്പോൾ അതിലും സ്ട്രോങ് ആവും. പിന്നെ അത് വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ റൂട്ട് കോസസ് ഓഫ് ഓവർ തിങ്കിങ് പറഞ്ഞ സമയത്ത് ഇത്ര പറയണ്ടായെന്ന് തോന്നിപ്പോകില്ല. അതിൽ നല്ല കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അവരുടെ സാഹചര്യം ചിലപ്പം വേറെന്തിനോ ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. ആ രീതിയിൽ തോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതും നമ്മളുടെ ഓവർ തിങ്കിങ് കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. പിന്നുള്ളൊരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്നുള്ളത്. ഒരേ സമയത്ത് കുറേ പണികൾ ഒരുമിച്ച് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ചില ആൾക്കാർക്ക് കണക്ട് ആവും. ഞാൻ പരിചയമുള്ള കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നവർക്ക് എന്താവും, അതും ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കപ്പെടും. അപ്പൊ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പകരം നമ്മൾ 80-20-20 റൂൾ എന്ന് പറഞ്ഞാൽ പെരേറ്റോ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20% കാര്യങ്ങളില്ലേ,
അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാം കൂടെ നമ്മൾ ചെയ്യുന്നതിന് പകരം ബാക്കിയൊക്കെ നമ്മളുടെ ലൈഫിൽ ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് അതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് കൊണ്ടുവരണം. ആ ഫീൽഡിൽ നല്ല രീതിയിൽ അതിൽ എഫേർട്ട് എടുത്ത് ഒരു ഫീൽഡിൽ നമ്മൾ ഉയരുന്ന സമയത്ത് നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ ബാക്കിയുള്ള ചെറിയ ചെറിയ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ആളുകളെ ഹയർ ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിൽ 80-20 റൂൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഓവർ തിങ്കിങ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറൊന്നും ആഡ് ചെയ്യാണ്ട് പറഞ്ഞോളൂ. ആർക്കെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും ടൂളുകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, അഫ്സൽ മാജിദ്. താങ്ക് യു മാം. ജുനൈദ മാം വേറെന്താ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, എന്തോ പറയാനുണ്ടെന്ന്. വീഡിയോ മോഡിലൊക്കെ വരി മാം. മാമൊക്കെ വീഡിയോ മോഡിൽ വന്നില്ല, പിന്നെ ആരാ വരിക? അല്ല സർ, ഞാൻ എന്ത് പറഞ്ഞല്ലേ, കുറച്ച് തലവേദനയും അങ്ങനെ ഇതുണ്ട്. അപ്പൊ ഞാൻ റിലാക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ തട്ടെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് കംഫർട്ടബിൾ ആവാത്തോണ്ടാണ് ഞാൻ വന്നത്. കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് അറിയോ? ഇത് നിങ്ങളത് എഴുതി വെച്ചോളിട്ടോ. നമ്മൾ പറയല്ലേ, മറ്റുള്ളവരെ തല്ലി തോൽപ്പിക്കുന്നവനല്ല ശക്തൻ. സ്വന്തം ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആരാണോ അവനാണ് ശക്തൻ. ശരിയായിട്ടുള്ള ശക്തൻ മീൻസ് ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരാണ് ശക്തൻ, അല്ലെ ശക്ത. അത് ഈ ഫീമെയിൽ വേർഷനിൽ എങ്ങനെയാ പറയാ ശക്തൻ എന്നുള്ളത്? ശക്തിമതി. എനിക്കറിയില്ല കേട്ടോ. ശക്തരാണെന്ന് പറയാ. ശക്തരാണ്. മിസ്സിനെ മലയാളത്തിൽ ഓക്കെയാ. താങ്ക് യു. ശക്തരാണ്, അവരാണ് ശക്തരായിട്ടുള്ള ആൾക്കാർ. ശക്ത എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണോ? അങ്ങനെ ശക്ത എന്ന് പറയോ? അത് നമ്മൾ മലയാളത്തിന്റെ പുല്ലിംഗം ചിലത് നോക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ട്. ഐ മീൻ വേറെ എന്തൊക്കെ വേർഡുകൾ വരും, എന്തൊക്കെ ലോസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. എക്സ്പെർട്ട് ആണ്. സർ, ഞാൻ ചോദിക്കാൻ വിചാരിച്ചത് നേരത്തെ എന്തെന്നറിയോ, ഈ നെഗറ്റീവ് ഓവർ തിങ്കിങ് അല്ല അതല്ലേ സർ. പിന്നൊന്ന് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അതൊന്നും നെഗറ്റീവായിട്ടല്ല. എന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അധികം തോന്നിയിട്ടുള്ള എന്തറിയോ, എന്തെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങളില്ലേ നല്ലതാണെന്ന് തോന്നിയിട്ട് അതിനെ പറ്റിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു ആത്മനിർവൃതി എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ആലോചിച്ചിട്ടില്ല. അതിലെന്നെ ഇങ്ങനെ മുഴുകിപ്പോയിട്ട് പണിയെല്ലാം ബാക്കിയാന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് മോശമായിട്ട് ബാധിക്കും. ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന്. എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് അങ്ങനെ ഒരു സംഭവം അതിനെന്നെ മനസ്സിൽ പിന്നെയും വരും. അങ്ങനെ കുറച്ച് പണികളെല്ലാം ഇങ്ങനെ ബാക്കിയാവും. അത് പ്രശ്നമാണോ ശരിക്കും? അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? അത് ബ്ലെസ്സിങ് ആയി തോന്നലില്ല സർ. സത്യമായിട്ട് ഞാൻ മനസ്സിന്ന് ഓപ്പൺ ആയിട്ട് പറയാം. എന്റെ പല പണി ഇങ്ങനെ ബാക്കിയായി പോലുണ്ട്. എന്ത് അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, വേറെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ പണിയെല്ലാം ബാക്കിയാ. സത്യമായിട്ടും അങ്ങനല്ല, അത് പിന്നെ ആ തോട്ട്സ് ഇങ്ങനെ വരും ചില സമയത്ത്. അത് ഞാൻ പറഞ്ഞേ എന്താ സംഭവിച്ചാല്, നമുക്ക് എന്ത് സന്തോഷം വരികയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സമയവും കടന്നു പോകും. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നേക്കാം. സങ്കടം വരുന്ന സമയത്തും എന്താണ്, ഒന്നിനും നമ്മൾ കൂടുതൽ ഇൻഡൾജ് ആവരുത്. കൂടുതൽ ഒന്നിലും പക്ഷെ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടിയ പോസിറ്റീവ് കാര്യങ്ങളിലാണ്. നമ്മൾ മാമ ഞാനത് ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ കാരണം, പൊതുവെ ആളുകളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചിന്തിക്കൽ കുറവാണ്. പക്ഷെ മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ അതൊരു 100,000 പ്രാവശ്യം പിന്നെ അതാണ് ചിന്തിച്ച് അത് ടെൻഷൻ അടിക്കല. ശരിക്കും മാമിന്റെ കാര്യത്തിൽ അതില്ലല്ലോ. നെഗറ്റീവ് കാര്യങ്ങളെക്കാട്ടും കൂടുതൽ മാം ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ആണ്. പക്ഷെ എന്ത് ചെയ്യാ, ആ പോസിറ്റീവ് ഫോക്കസ് ചെയ്യുന്ന സമയത്തും പിന്നെ ഒരു പ്രശ്നം എന്തെന്നറിയോ, അതിന്റെ ഇടക്ക് ചിലപ്പോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നമുക്ക് വേറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ചിലപ്പോ അതിൽ അത്ര കോൺസെൻട്രേഷൻ പോവില്ല, എന്തെങ്കിലും മിസ്സായി പോകും. ചിലപ്പോ സത്യം ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്, ചിലപ്പോ പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തളിച്ചിട്ട് ഇങ്ങനെ മറന്നു കിച്ചണിലെല്ലാം നമ്മ പണിയെടുക്കുമ്പോ അതെല്ലാം ചിന്തിച്ചോണ്ടില്ലേ. അതൊന്ന് മെല്ലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തിക്കണം. ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഡിസ്ട്രാക്ട് ചെയ്താൽ വേറെ പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്രശ്നം പോലെ ചിലപ്പോ തോന്നിയിട്ടുണ്ട്. അത് അല്ല, അങ്ങനെ പ്രശ്നമായിട്ടൊന്നും മാം കൺസിഡർ ചെയ്യണ്ട. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി
അതെന്താ സംഭവം എന്നറിയാം, ഏതൊരു കാര്യത്തിലും ആദ്യം ഓവർ തിങ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളുടെ അത് ലൈഫിൽ ശരിക്കും ഓവർ തിങ്കിങ് പോലെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അത് ഓവർ തിങ്കിങ് അല്ലേ? അല്ല മാം, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം, എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ്ങോ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അനോളജ് ചെയ്യാന്ന് പറയും. നമ്മൾ ആദ്യം അത് നമ്മളുടെ ലൈഫിൽ അത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മെല്ലെ മെല്ലെ നമുക്ക് ഇതേപോലുള്ള ടൂൾസുകൾ നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാമിന് ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെന്റിൽ മാം ഇങ്ങനെ നിർവൃതി അടഞ്ഞ് ഇങ്ങനെ അതിൽ ലയിച്ചു പോകണം, എന്ത് ചെയ്യാം, മാമിന്റെ മൈൻഡിൽ ഒരു പ്രോഗ്രാം കൊണ്ടുവരാൻ എന്തെന്നറിയോ, ഞാനൊരു 5 മിനിറ്റ് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഞാൻ അനുഭവിക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ആ റിലാക്സേഷൻ മെഡിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് വർക്കുകളൊന്നും ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വർക്കുകൾ നീട്ടി വെക്കാനൊന്നും പറ്റൂല. അത് നിർത്തിയാൽ മതി. നല്ല കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് നമ്മൾ ഗ്രേറ്റ്ഫുൾ മൈൻഡ് ആക്കി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. താങ്ക് യു മാം. വേറെ ആരെങ്കിലും? അല്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പുതിയ എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണോ, അതൊന്ന് മെൻഷൻ ചെയ്യോ? എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ. സർ, നിങ്ങൾ ആ ലാസ്റ്റ് ഒരു 80-20 റൂൾസ് പറഞ്ഞില്ല, അതൊക്കെ എന്തെന്ന് ശരിക്കും മനസ്സിലായില്ല. അത് മാം, അത് പെരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പെരേറ്റോ, PARE. അതെന്താന്ന് വെച്ചാല് നമ്മളുടെ ലൈഫില് ഒരു 20% നമ്മൾ ചെയ്യുന്ന 100% കാര്യങ്ങളിൽ ഒരു 20% കാര്യങ്ങൾ ഉണ്ടാവും. ആ 20% കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ ഇപ്പം എന്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണ്, ആ സമയമാണ് എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. അതേസമയം ഞാൻ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ ഞാൻ മറ്റേ റീല് പോസ്റ്റ് ചെയ്യലും അതും ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെ ഒരു പാർട്ടല്ല. അപ്പം നമ്മൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ളത്, കൂടുതൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനും കൂടെ പറ്റുന്ന മേഖല ഏതാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആ മേഖല ആ 20%ത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ബാക്കി 80% ഡെലിഗേറ്റ് ചെയ്യാം. മറ്റുള്ളവർക്ക് ആരെങ്കിലും ഹെൽപ്പായിട്ട് ആൾക്കാരെ കൂട്ടി പിടിച്ചിട്ട് അവർക്കും എന്തെങ്കിലും സാലറി അവർക്ക് സർ, അത് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ECG ക്ലാസ് എടുത്തില്ലേ? കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, നമുക്ക് മറന്നുപോയി. എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തത്തിനോട് നമുക്ക് ചെയ്യാനുള്ളത്, അങ്ങനല്ലേ? യെസ്, നമ്മളെ ലൈഫിൽ നമ്മള് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇതുള്ളത്, ഞാൻ കുറച്ചും കൂടി ഫിനാൻഷ്യലി കുറച്ചും കൂടി മെച്ചപ്പെട്ട് വന്നാല് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം വീട്ടിലൊരു ഫുൾ ടൈം മെയ്ഡിനെ വെക്കും എന്നുള്ളതാണ്. വേറെ കാർ വാങ്ങണമെന്നോ വീട് വലുത് വേണം നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് വരേയില്ല. ബിക്കോസ് എനിക്ക് എന്റെ ടൈം തിരിച്ചു പിടിക്കണമെങ്കിൽ അത് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ എപ്പം വിചാരിക്കലുണ്ട് കുറച്ചും കൂടി ഫുൾ ടൈം ഒരു മെയ്ഡിനെ വെക്കാനുള്ള ഒരു ഇതിന് എന്റെ കുറെ സമയത്തിൽ പോകുന്നുണ്ട്. എനിക്ക് ബാക്കിയുള്ള എന്റെ കാര്യത്തിൽ ഇങ്ങനെ ടൈം തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്താൽ എന്തും കിട്ടും, ബട്ട് ടൈം കിട്ടൂല. ആ സമയം ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ലൈഫിൽ വീട്ടിൽ മെയ്ഡിനെ വെച്ചിട്ട് ആ മെയ്ഡ് ചെയ്തോളല്ലോ വെറുതെ ഇരിക്കാൻ വേണ്ടിട്ടല്ലോ മെയ്ഡിനെ വെക്കുന്നത്. അല്ല സർ, അതന്നെ ഞാൻ എന്റെ ടൈം തിരിച്ചു പിടിച്ചാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. യെസ്, മാമിന് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ഇപ്പൊ ഞങ്ങൾക്കുള്ള വീട് ഓക്കെയാണ്, ഞങ്ങൾക്കുള്ള കാർ ഓക്കെയാണ്, അതെല്ലാം ഓക്കെയാണ്. എനിക്ക് വേണ്ടത് എനിക്കില്ലാത്തത് ടൈമാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കലുണ്ട്, കാറുണ്ട് സർ, ട്രാവൽ ചെയ്യാൻ ടൈമില്ല, വീടുണ്ട്, മനസ്സിലായ ആ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമുക്കൊരു ടൈം തിരിച്ചു പിടിക്കാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കലുണ്ട് വീട്ടിൽ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അറിയല്ലോ, കുട്ടികളും വീടും വർക്കും എല്ലാം ആകുമ്പോ. അപ്പൊ ഞാൻ എപ്പം വിചാരിക്കില്ല, എനിക്ക് വേറൊന്നല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് വീട്ടിലൊരു ഫുൾ ടൈം മെയ്ഡിനെ വെച്ചിട്ട് ടൈം ഇങ്ങനെ തിരിച്ചു പിടിക്കണം. ഇത് കണക്റ്റഡ് അല്ലേ, ഈ 80-20 റൂൾസ് എന്നുള്ളത്? അതായിരിക്കും അല്ലെ നമ്മളെ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയല്. പക്ഷെ ഇതും ഒരു പാർട്ടാണ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ? അഞ്ജലി മാം എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഹലോ സർ. ശിവില മാം പറഞ്ഞോളൂ.
എനിക്ക് ഇന്നത്തെ ക്ലാസ് ഭയങ്കര കണക്ട് ആയിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ചെറിയ സിറ്റുവേഷൻ പറഞ്ഞാലുണ്ടല്ലോ, ഒരാൾ ഫോൺ ചെയ്താൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ ചിന്തിക്കും ഞാൻ. അവർക്ക് എന്തോ പറ്റിയിരിക്കണം, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് അത്ര വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മാറ്റം വന്ന സാറ് പറഞ്ഞ പോലെ ഞാൻ എന്റെ ഡെയിലി റൊട്ടീന് കംപ്ലീറ്റ്ലി മാറ്റി. കാരണം വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഉണ്ടല്ലോ, അതിനെ കുറച്ചിട്ട് അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം ഇപ്പൊ എനിക്ക് കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെ പറയാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ശിബില മാം എവിടെ സ്ഥലം? ഞാൻ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന് പറയും. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും? അഞ്ജലി മാം, ഷനാസ് മാം, വീഡിയോ മോഡിൽ വന്നിരുന്ന ആൾക്കാരോ അല്ലാത്തവരോ? ഷാക്കിർ സാർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഒന്ന്. വേറെ ആർക്കെങ്കിലും പറയണ്ടോ? അഞ്ജലി മാം, ഷനാസ് മാം പറഞ്ഞോളൂ. വളരെ നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു. കുറെ ഫുഡിന്റെ കാര്യമൊക്കെ അറിയാത്ത മീൻസ് ശ്രദ്ധിക്കാത്തതായിരുന്നു. നമ്മളിപ്പോ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ ബോഡി റിയാക്ട് ചെയ്യുമെന്ന് അറിയാലോ. അപ്പോ സാധാരണ അതില് ഈ ശ്രദ്ധിക്കാറില്ല. അത് ഇതിന്റെ ഭാഗമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. പിന്നെ എനിക്ക് PMAയുടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ പറഞ്ഞ പോലെ, ഞാൻ മുമ്പൊക്കെ സങ്കടം വന്നാൽ അത് പിടിച്ചു നിർത്തി കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതായി മറ്റുള്ളവരുടെ മുമ്പിൽ കരയാതിരുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ അതില് പറയണ പോലെ കരയൂ കണ്ണുനീർ നിന്നെ കഴുകുന്നു പറഞ്ഞ പോലെ കരഞ്ഞു കഴിഞ്ഞാൽ കുറെ ആശ്വാസം കിട്ടും. ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ആവും എനിക്ക് തോന്നിയിട്ടുണ്ട്, പിടിച്ചു നിർത്താൻ. പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു സാറെ പാട്ട്, അടിപൊളിയായിരുന്നു. മന്ദാര ചെപ്പുണ്ടോ? അത് ശരിയാട്ടോ. ആരെങ്കിലും ഒരാൾക്ക് പാട്ട് പാടാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ബിൻസി, അഞ്ജലി മാം അവിടെ ഗസ്റ്റ് ഉണ്ടല്ലേ? കുഴപ്പമില്ല. ഏതായാലും വേറെ ആരെങ്കിലും? ബിൻസി മാം, ജസ്ന മാം, ഫായിദ മാം, എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയണ്ട? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയട്ടോ. ഷംന മാം, സീന മാം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. സൂറ മാം പറഞ്ഞോളൂ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പറഞ്ഞോളൂ. ആർക്കും ഒന്നും പറയല്ലേ. ഞാൻ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഹലോ. പറഞ്ഞോളൂ. ഓക്കെ, ഇതേപോലെ ഇനിയും സെക്ഷൻ വെക്കണം, കാരണം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, നൈസായിരുന്നു സെക്ഷൻ. സാർ പിന്നെ മെഡിറ്റേഷൻ സാർ വിട്ടതാണോ അതോ നമുക്ക് മെഡിറ്റേഷൻ നല്ല ടൂൾ തന്നെയല്ലേ സ്ട്രെസ് റിലീസ് ചെയ്യാനും? അതെ, മെഡിറ്റേഷനും ടൂൾ തന്നെയാണ്. ഞാൻ പിന്നെ ഡീപ്പ് ബ്രത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ബ്രത്തിന്റെ കാര്യം. മെഡിറ്റേഷനിലെ മെയിൻ സാധനം ബ്രീത്തിങ് ആണല്ലോ, ബ്രീത്തിങ് എക്സസൈസ്. അതുകൊണ്ട് പിന്നെയും മെഡിറ്റേഷൻ വേറെയും പറയാതിരുന്നത്. മെഡിറ്റേഷൻ ഓക്കെ ആണ് കേട്ടോ. നല്ല മൈൻഡ്ഫുൾനെസ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഓക്കെയാണ്. അത് നല്ലൊരു ടൂളാണ്. പിന്നെ വേറെ ആരാ ഇവിടെ? ഷംന മാം ഫീവർ ആയിട്ട് സൗണ്ട് പോയി സംസാരിച്ചു. ഓക്കെ മാം, കുഴപ്പമില്ല, അത് മാറട്ടെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതുപോലെ ക്ലാസ് കേട്ടിട്ടുമില്ല, ഇപ്പൊ ലാസ്റ്റ് ആണ് കയറിയത്. കുഴപ്പമില്ല മാം, കുഴപ്പമില്ല. റെക്കോർഡിംഗ് അയച്ചിരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. പിന്നെ വേറെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്, ആർക്കെങ്കിലും നാളത്തെ ക്ലാരിറ്റി ബോർഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ചെയ്യാട്ടോ. താഴെ കൊടുത്തിട്ടുള്ള 8137023966 8137023966 ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നാളെ 7 മുതൽ 9:10 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ അവസാനമായിട്ട് വേറെ ആർക്ക് മിസ്സിനെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഷാന, മുർഷിദ, റിഫ, ആരൊക്കെ അവിടെ ഉള്ളത്? നമ്മുടെ ടീം മെമ്പേഴ്സിന് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹലോ സാർ, ഞാൻ അൻഷിതയാണ്. അൻഷിത പറഞ്ഞോളൂ. ഞാൻ +2 പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. എനിക്ക് മൺഡേ ഇപ്പൊ എക്സാം എഴുതുന്നുണ്ട്. അപ്പോ അതിന്റെ അതിൽ ഇന്ന് ഫുൾ ടൈം പഠിക്കണം എന്നൊക്കെ ഇതിരുന്ന് രാവിലെ എണീറ്റ് തന്നെ. ബട്ട് ഈ ഓവർ തിങ്കിങ് കാരണം എനിക്ക് ഒരു ചാപ്റ്റർ പോലും ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യ ടൈമിലാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് കാണുന്നത്. അങ്ങനെ കയറി നോക്കിയതാണ്. എനിക്ക് ഏറ്റവും നല്ലോണം യൂസ്ഫുൾ ആയി. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് അറിയണം. നിങ്ങളിപ്പോ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഇതിൽ ഏത് ടൂളാണ് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യാൻ പോണത്? ഇന്നിപ്പോ നിങ്ങൾ പഠിക്കാനിരിക്കുവോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോണത്?
ഇന്നിനി ഒരു 11 മണി വരെ പഠിക്കാതിരിക്കണം കരുതുന്നുണ്ട്. ഓക്കെ, ആ 11 മണി വരെ പഠിക്കാനിരിക്കുന്നതിന്റെ മുന്നേ ഇതിൽ ഏത് ടൂളാ നിങ്ങൾ യൂസ് ചെയ്യാം? ഏതങ്ങ് കൂടുതൽ എഫക്റ്റീവ്? നിങ്ങൾ ഏതെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഏതാണ് യൂസ് ചെയ്യാൻ ഇതില് ആ ഇത് പറഞ്ഞില്ലേ നമ്മളെ ഫ്രീ ടൈം കുറച്ച് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാന്ന്. ഓക്കെ, അതിലൊന്നും കൂടി നോക്കണം കരുതുന്നുണ്ട്. പിന്നെ അതുപോലെ ഫുഡിന്റെ കാര്യം മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ സാവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം കരുതുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ ഞാനിത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നാളത്തേക്കുള്ളതിലുള്ള റിസൾട്ട് കിട്ടാനുള്ള 2 കാര്യങ്ങൾ എന്താ പറയുക? നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു 5 മിനിറ്റ് ഇതേപോലെ, ഒന്നെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ഡീപ്പ് ബ്രത്ത് എടുത്ത് വിടുക. ഡീപ്പ് ബ്രത്ത് എടുക്കുന്ന സമയത്ത് 2 ബ്രത്ത് ഒരുമിച്ച് ഉള്ളോട്ട് എടുക്കുക. ദാറ്റ് മീൻസ് നമ്മളുടെ ലങ്സ് ഇവിടെ ഫുള്ളാണ്, ശ്വാസകോശം ഫുള്ളാകാം. ഒരു ബ്രത്ത് എടുക്കുക, ഒന്നും കൂടെ വലിച്ചിട്ട് എടുക്കുക, എന്നിട്ട് അത് വായയിലൂടെ ഭയങ്കര ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് വിടുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രത്ത് എടുക്കാനും അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവില്ലേ, വരയ്ക്കലായിരിക്കും, പാട്ട് പാടലായിരിക്കും, പാട്ട് കേൾക്കല, എന്തെങ്കിലും ഒരു കാര്യം 5 മിനിറ്റ് കിട്ടും. കൂടുതൽ സമയം ഇൻവോൾവ് ആകരുത്. എന്തിനാണെന്നറിയോ, നമ്മൾ ഇതേപോലെ നമ്മൾ ചെറുപ്പത്തിലെ നമുക്ക് ഇൻബോൺ ടാലന്റും പാഷനും കൂടെ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലോ സ്റ്റേറ്റ് ഓപ്പൺ ആവും. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ പഠിക്കാനിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഫോക്കസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടത്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, വരയ്ക്കലായിരിക്കും, പാട്ട് പാടലായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുറച്ചേരം ഒന്ന് പുറത്തോടെ ഒന്ന് ഇറങ്ങി ഒന്ന് നാച്ചുറലായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഏത് കാര്യമാണോ അങ്ങനെ കണക്ട് ആവുന്നത് ആ കാര്യം 5 മിനിറ്റ് ചെയ്യുക, തിരിച്ച് റിട്ടേൺ വരിക. അപ്പോഴത്തെ നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റിലേക്ക് പിന്നെയും കയറിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴെങ്കിലും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? പിന്നെ അൻഷി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു സാർ ഇതില്. വീഡിയോ മോഡിൽ വരാൻ പറ്റുമെങ്കിൽ വരിട്ടോ. ഇപ്പൊ അല്ല കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല, പറഞ്ഞോളി. അത് ആഡ് ചെയ്യാനില്ല, ഇതാള് പറഞ്ഞല്ലോ പഠിച്ചിട്ടില്ല എന്നില്ലേ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ആലോചിച്ച് ടെൻഷൻ വരാനുണ്ട്. എക്സാം ഒക്കെ അടുത്ത് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഞാനൊരു സ്റ്റുഡന്റ്, നമുക്കറിയാം അത് പറ്റിയിട്ടില്ലല്ലോ എന്നില്ല. അപ്പൊ ആ തോട്ടിന് പകരം നമ്മൾ ക്വാളിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഏകദേശം 11 മണി ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറ്റവും ഈസി ആയി തോന്നുന്ന ഒരു ടോപ്പിക്കില്ലേ, നമുക്ക് നന്നായിട്ട് പരിചയമില്ല, ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആവാം, അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ ടോപ്പിക് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ എന്നില്ല. പിന്നെ അതുപോലെ ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പൊ എനിക്കൊക്കെ വന്ന് വലിയൊരു അബദ്ധമായിരുന്നു, കുറച്ച് സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കും. എന്നിട്ട് അത് പറ്റാതാവുമ്പോൾ അതിനെക്കുറിച്ച് കുറെ ആലോചിച്ച് ബേജാറാവും. അപ്പൊ അതിന് പകരം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോ 2 ദിവസം ഉണ്ടല്ലോ, തിങ്കളാഴ്ച എക്സാം ആകുമ്പോൾ 2 ദിവസം ഒരു ദിവസം, അപ്പൊ കറക്റ്റ് ഡിവൈഡ് ചെയ്യുക. എനിക്ക് മോർണിംഗിലേക്ക് ഇത്ര നോക്കണം എന്നുള്ള രീതിയിൽ അത് മോർണിംഗ് ഒക്കെ ഈസി ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക, പിന്നെ കുറച്ച് ടഫുള്ള ആ ഒരു മോഡിന് പോവാം. ഞാൻ സിംപിളി പറഞ്ഞത് നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യാം. എപ്പോഴും എനിക്കിത് പറ്റിയിട്ടില്ലല്ലോ എന്ന് പകരം പറ്റുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രിസ്മസ് എക്സാം അല്ലേ, എപ്പോഴും എൻഡിൽ നമുക്കുള്ളത് മെയിൻ എക്സാം ആണല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം +2 സ്റ്റുഡന്റ് ആവുമ്പോൾ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ചില ടോപ്പിക്ക് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇയർലി എക്സാമിലേക്ക് പഠിക്കേണ്ടി വരില്ല. അപ്പൊ നമുക്ക് ആ പോർഷൻ അവിടെ കവർ ചെയ്യാണ്. അപ്പോൾ ക്വാണ്ടിറ്റിനേക്കായി ക്വാളിറ്റി ഫോക്കസ് ചെയ്യുക, പഠിക്കുന്നത് കൃത്യമായിട്ടല്ലേന്ന്. പിന്നെ ബ്രേക്ക് എടുക്കുക. ഒരു 2 മണിക്കൂറൊന്നും ഒന്നിച്ച് പഠിക്കാതെ ഒരു അരമണിക്കൂർ കഴിയുന്ന സമയത്ത് 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ആവാം. ഫോണൊന്നും എടുക്കണ്ട. നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കിച്ചണിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏരിയാസിലൊക്കെ ഒന്ന് പോയി ചെടിക്ക് വെള്ളം കൊടുക്കുന്നു, അങ്ങനത്തെ ഒക്കെ ചെയ്ത് നിങ്ങളെ മൈൻഡ് ഹാപ്പി ആവാനുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയാം. കാരണം നമ്മളെ ഉള്ളിൽ ഓക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനല്ല നമ്മളെ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. എനിക്ക് ഈ സെയിം നിങ്ങളെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഈ പഠിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അപ്പൊ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണിത്. ഒരു 25 മിനിറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. പുറത്തിറങ്ങിയിട്ട് പിന്നെ പക്കേ അതുമൊന്നും പോകുന്ന രീതിക്കല്ല, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാം. പിന്നെ ചെറിയ ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഹെൽപ്പ് ആവും. പഠിച്ചിട്ടുള്ള കണ്ടന്റ് അപ്പൊ നമുക്കൊരു ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ട്, ഓക്കെ ഞാൻ അത് പഠിച്ചൂലേ എന്നില്ല. അപ്പൊ അങ്ങനെ കൂടെ ഒന്ന് ചെയ്തു കേട്ടോ. ജസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അറിയുന്ന ആഡ് ചെയ്തായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ. അഞ്ജലി മാമിന്റെ മോളൊക്കെ കേട്ടിരുന്നോ? മോളെ നോട്ട് ചെയ്തോളിട്ടോ, പഠിക്കാൻ നല്ല ഉഷാറാവും.
നമ്മളെ വിസ്ന മാമിന്റെ സജഷൻസ് ആണ്. As a ആ student. ഞാൻ ഇതുപോലെ അവൾക്ക് സ്പീക്കറിന്റെ വെച്ച് കൊടുത്തതാണ് കേൾക്കാൻ പിന്നെ എങ്ങനെ മാം കേട്ടില്ല? ഞാനേ സ്പീക്കറിന്റെ ഒരെണ്ണം അവൾക്ക് കൊടുത്തിരുന്നു. അത് കാരണം ഹെഡ്സെറ്റ് ശരി, ഓക്കെ ഓക്കെ ഗുഡ്. അവളാണ് കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കേട്ടിട്ട് അല്ല അത് ഇങ്ങനത്തെ കൊടുത്തിരുന്നു. കാര്യങ്ങള് കുറച്ച് ഇങ്ങനെ ചെറുപ്പത്തിലേ കേട്ട് വന്നാൽ നല്ല പ്രൊഡക്റ്റീവ് ആളായി മാറും. അപ്പൊ അതിന് വേണ്ടി താങ്ക് യു മാം. പിന്നെ ആർക്കാ പാട്ട് പാടാൻ താല്പര്യമുള്ളത് പറഞ്ഞോളി. ഇപ്പൊ ഇവിടെ ഒരു പാട്ട് റെക്കോർഡിംഗ് പാടാം. ഓഫ് ചെയ്യാം. റെക്കോർഡിംഗ് ഓഫ് ആക്കൊന്നും വേണ്ട, അതിൽ നോട്ട് അതിലും എന്താ പ്രശ്നം? റെക്കോർഡിംഗ് ഓഫ് ആക്കട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യം ഉണ്ടോ? ധൈര്യമായിട്ട് മുന്നോട്ട് വരികയാണ്. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓവർ തിങ്കിങ്ങും നിങ്ങളെ ഞാൻ പാട്ടെ. ജസ്റ്റ് മാം പാടിക്കോളൂ. ഓഫ് കോഴ്സ്. ലിറിക്കൊക്കെ ചിലപ്പോ തെറ്റിപ്പോട്ടോ. ഹിന്ദി സോങ് ആണ്, ഓൾഡ് സോങ് ആണ്. ഒന്നും പ്രശ്നമില്ല, ഏത് പാട്ടും ഇവിടെ ഓക്കെയാണ്. നിങ്ങൾ തെറിപ്പാട്ടൊന്നും പാടാണ്ടെന്നാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്നാ മിസ്സിനെ നമ്മള് ഇത് ഓഫ് ആക്കണോ? അത് പോയോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അല്ലല്ല, ജസ്റ്റ് എനിക്ക് ഒന്ന് मोहब्बत हो गई है तुमसे, मेरी जान मेरे दिल पर मेरा एतबार कर लो, जितना बेकरार हूँ मैं खुद तो बेकरार कर लो, तेरी धड़कनों को समझो, तुम भी मुझसे प्यार कर लो, तुम भी मुझसे प्यार कर लो, ला 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 ला. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇത് നമ്മള് മറ്റേ എല്ലാരും കൂടി നമ്മളിപ്പോ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 23 ആൾക്കാർ. നമ്മള് മറ്റേ ബസ്സിലൊക്കെ ട്രിപ്പ് ഒക്കെ പോലെ, അപ്പൊ നമ്മൾ ഇങ്ങനെ പാടി നല്ല ഉഷാറായി ഇങ്ങനെ പോകണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. നല്ല പാട്ടായിരുന്നു കേട്ടോ, ഉഷാറായിട്ട് പാടി. വേറെ ആരെങ്കിലും ഇവിടെ നിങ്ങളൊന്ന് കുറച്ച്, ഞാൻ ഈ ഓവർ തിങ്കിങ്ങും ഇതൊക്കെ കുറച്ചെടുക്കാനേ നമ്മളെ കുറച്ചൊന്ന് റിലാക്സ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഒരു പാട്ട് പാടാന്നൊക്കെ ഉള്ളത്. പാട്ടൊക്കെ പാടിക്കോളി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. എനിവൺ? പേടിക്കില്ലേ, ഇങ്ങനെ ജസ്റ്റ് അവനെ പോലെ വരിങ്ങോട്ട്. സാർ മോൾക്ക് പാടണം എന്ന് പറയുന്നുണ്ട്. അവളെ എഴുതിയതാണ്. ഞാൻ കൊടുത്തോളൂ, കുഴപ്പമില്ല. ഏതായാലും ഏത് പാട്ടാലും കുഴപ്പമില്ല. ചൈനീസ് ഒന്നും വേണ്ട. my feelings in the quiet things I never said. My heart I launched the moon and you smile. Gonna be honest, not gonna lie, no cap. Every time I see you, my mind runs a recap. The way your eyes locked onto mine, lost in your gaze. In the moment, in the time, I feel so happy going back in time. And though I knew you were fake as a lie, I couldn't stop myself. I was caught in your lies. Got about the monster that lurks behind those eyes. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ്. ഇത് അവൾ തന്നെ എഴുതിയതാണ്. ഞാൻ നോക്കുന്നത് കേൾക്കാത്ത പാട്ടാണല്ലോ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ടാലന്റുകളൊക്കെ വളർന്നു വരട്ടെ. ഏതായാലും ഒരുപാട് സന്തോഷം. വേറെ ആർക്കെങ്കിലും? ബിൻസിമാന്റെ മോളെ താങ്ക് യു സോ മച്ച്. മോളെ പേരെന്താ? ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? വിഷ്ണ, റെക്കോർഡിംഗ് ഓഫ് ആക്കണോ? ഞാൻ ഏതായാലും ഒരു പാട്ടൊക്കെ പാടിയിട്ടേ ഞാൻ പോകും. റെക്കോർഡിംഗ് ഓഫ് ആക്കിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷനോ കാര്യങ്ങളോ ആഡ് ചെയ്യാനുള്ളത് ഉണ്ടോ? ഇന്ന് കുറെ പുതിയ പേരുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ മോഡിലല്ലേ, ചെറിയൊരു തിരക്കിലായോണ്ടായിരുന്നു കേട്ടോ, സോറി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളതോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ക്ലാരിറ്റി ബോർഡ് വിഷൻ ബോർഡ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, നമ്മളെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, സ്പിരിച്വാലിറ്റി, നമുക്കൊരു ഗോൾ സെറ്റിംഗ് ആഗ്രഹമുള്ളത് ഉണ്ടാവുമല്ലോ, ഈ വർഷത്തിലേക്ക് ഇന്നത് വെക്കണമെന്ന്. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വർഷം നേടിയെടുക്കേണ്ടത്, ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ പലപ്പോഴും ബ്ലാങ്ക് ആയി പോകും. അപ്പോ അങ്ങനെ ബ്ലാങ്ക് ആവാതിരിക്കാൻ നമുക്കൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുകയാണത്. അപ്പൊ നമ്മളൊരു വഴിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ കാലിക്കറ്റിക്ക് എനിക്ക് എത്ര തന്നെ എനിക്ക് കാലിക്കറ്റിലേക്കുള്ള റൂട്ട് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഡ്രീംസിനെ ഒന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. എല്ലാ ആസ്പെക്റ്റും എല്ലാ ഡയമെൻഷൻസും വെച്ചിട്ട് ഒരു ചെറിയ പേയ്മെന്റിൽ വരുന്ന പ്രോഗ്രാം ആയിരുന്നു. അഫോർഡബിൾ ആണ്, 500 ആണ് പേയ്മെന്റ് വരുന്നത്. നാളെ 7:30 to 10:30 എന്നുള്ള സമയത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ആർക്കെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്, പ്രോഗ്രാമൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ 81 370 23 966 8137023966 ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ യൂട്യൂബിൽ ആരെങ്കിലും റെക്കോർഡിങ്സ് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും കൂടെ വേണ്ടി മെൻഷൻ ചെയ്താണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ് ഓഫ് ചെയ്യാം. കാരണം നമുക്കൊരു ടെൻഡൻസി ഉണ്ടല്ലോ, 2 മണിക്കൂർ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട് പറയുന്നത്. മറ്റേ 99 രൂപ ആണെങ്കിൽ ഓഫർ, 100 രൂപയാണെങ്കിൽ വിലക്കുറവല്ല എന്ന് പറയുന്ന പോലെ കുറെ ആയി പോണ്ടാന്ന് കരുതിയിട്ടാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളവരുണ്ടോ? പുതുതായി ജോയിൻ ചെയ്ത് കുറെ ആൾക്കാരെ കണ്ടിരുന്ന് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? നമ്മുടെ സെഷൻ എങ്ങനെയാണ്, നമ്മൾ നിങ്ങൾ ഒന്നിച്ച് പഠിച്ച് സംസാരിച്ചൊക്കെ പോകുന്നതാണ്. ഓക്കെ, ഇൻഷാല്ല നെക്സ്റ്റ് ടോപ്പിക് നഫ്സിൽ ചേരാൻ നോക്കി വെച്ചോളി കേട്ടോ. സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊരു സൂം സെഷൻ ഇൻഷാല്ല നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ മുന്നൊരു സെഷൻ ചെയ്തിരുന്നല്ലോ മിസ്സിന്, അല്ലെ? സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അല്ല, ഇത് വേറെ ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. ചെയ്യാം ഇൻഷാല്ല. നമ്മൾ നെക്സ്റ്റ് സെഷനിലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പിക് നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഹലോ, ഹായ്, പറഞ്ഞോളൂ. ഉമർ ഭായ് പറഞ്ഞോളൂ. സർ, സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നിങ്ങളെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ചാളായി, പക്ഷെ ഇങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കയറാൻ. ഫ്രീ ക്ലാസ് എന്ന് കണ്ടപ്പോൾ ഇപ്പൊ പെട്ടെന്ന് ടൈം കിട്ടി, കയറാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. കൊള്ളാത്ത നല്ല ക്ലാസ് ആണ്. സാറിന്റെ ഒരു പാട്ടിലോട് തുടങ്ങിയത് കൊണ്ട് ഒരു പ്രത്യേക എനർജി ഉണ്ടായിരുന്നു. നമുക്ക് പാട്ട് തന്നെ നിർത്തുകയും ചെയ്യും. ഞാൻ എന്തായാലും ഇന്നൊരു പാട്ട് പാടാൻ ഒരു പാട്ട് കൂടി ഞാൻ പാടും. ഏതായാലും ഉമർ ഭായ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എവിടെ സ്ഥലം? ഞാൻ കൊല്ലമാണ്. താങ്ക് യു സോ മച്ച്. എനിക്കും പാടണമെന്നുണ്ട്, പിന്നെ എന്നാലും അങ്ങോട്ട് മൈക്ക് ഓണാക്കി പാടാനുള്ള ഒരു ഇതിൽ ഇപ്പൊ ഇല്ല. മൈക്ക് ഓണാക്കണ്ട, നിങ്ങളിപ്പോ സംസാരിച്ച പോലെ പാടിയാതി. എനിക്കിങ്ങനെ പാട്ടൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് മറന്നു പോകും. ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അടുത്ത ശനിയാഴ്ചത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ആയി വന്നാൽ പാട്ടൊക്കെ പാടാം. ഇൻഷാല്ലാ. എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഈ ക്ലാസ് വരലുണ്ട് കേട്ടോ, രാത്രി 8 മണിക്ക് തന്നെ. 63 ആഴ്ചകളായിട്ട് നടക്കുന്ന പരിപാടിയാണ്. 64ാമത്തെ ആഴ്ച ജീവൻ ഉണ്ട്, അടുത്ത ആഴ്ച ഉണ്ടാവും, അല്ലെ മിസ്സിനെ നടത്തും. ഇൻഷാല്ലാ, ഞാൻ ഉണ്ടാവും ഇൻഷാല്ലാ. പാട്ടൊക്കെ ഓക്കെ. റെക്കോർഡിംഗ് ഓഫ് ആയിക്കോട്ടെ. എല്ലാവരോടും താങ്ക് യു.